ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ശാന്തവും സമാധാനവും ഐശ്വര്യപൂർണ്ണമായ ദിവസമാണ് എന്ന് കരുതുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുപാട് വാർത്തകളുടെ ഒരു കുത്തൊഴുക്കൊക്കെ ഉള്ള ദിവസം തന്നെയാണ്. അത് ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലക്കേസിലെ ശിക്ഷാവിധി അടക്കം, എക്സാലോജിക്കിന്റെ വാർത്താ ഡെവലപ്മെന്റുകൾ, അയോധ്യയിൽ അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ വാർത്താ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, 1.5 മണിക്കൂറും കട്ടക്കുണ്ടാകണം. ഇവിടെ കമന്റ് ബോക്സിലേക്ക് വരണം, കാര്യങ്ങൾ പറയണം. അപ്പോൾ മിണ്ടിയും പറഞ്ഞും നമ്മളങ്ങ് തുടങ്ങുകയാണ്, അധികം ഡയലോഗ് അടിക്കാതെ. വെൽക്കം ടു യെസ് ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. അപ്പോൾ നമ്മുടെ പതിവ് മുടക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഗ്രൗണ്ട് സീറോയിൽ നിന്നും സംഭവിച്ച വാർത്തകൾ, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകൾ നേർക്കുനേർ പറയുന്ന സമയമാണ്. തലക്കെട്ടുകളുടെ സമയമാണ്. ഹെഡ്ലൈൻസ്. ആലപ്പുഴയിൽ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ SDPI PFI പ്രവർത്തകരായ 15 പേരും കുറ്റക്കാരാണെന്ന് കോടതി. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു. ബാക്കി 7 പേരും കുറ്റകരമായ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്നും കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. വിധിയിൽ സംതൃപ്തയെന്ന് ഭാര്യ ലിഷ. പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് മാതാവ് വിനോദിനി. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിച്ചെന്നാരോപിച്ച DYFIയുടെ മനുഷ്യച്ചങ്ങല ഇന്ന് വൈകിട്ട് 4:30 ചങ്ങല തീർക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ. 20 ലക്ഷത്തിലധികം പേർ അണിനിരക്കുമെന്ന് നേതൃത്വം. പ്രധാനമന്ത്രിക്കെതിരായ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് റിപ്പോർട്ട് അതീവ ഗൗരവകരമെന്ന് A റഹീം MP. അയോധ്യയിൽ പ്രതിഷ്ഠയ്ക്ക് 2 നാൾ മാത്രം. ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഖലിസ്ഥാൻ ബന്ധമുള്ള 3 പേർ അയോധ്യയിൽ പിടിയിൽ. ഡൽഹിയിൽ ബാബർ റോഡിന്റെ പേര് അയോധ്യ മാർഗം ഹിന്ദുസേന. സ്റ്റിക്കർ പോലീസ് നീക്കി. രാജസ്ഥാനിൽ പ്രതിഷ്ഠാ ദിനത്തിൽ അറവുശാലകളും മത്സ്യ മാർക്കറ്റുകളും പ്രവർത്തിക്കില്ല. അയോധ്യയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി 24 വാർത്താ സംഘം. ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മാത്യു കുഴൽനാടൻ MLA വിജിലൻസിന് മുന്നിൽ. തൊടുപുഴ ഓഫീസിൽ മൊഴി നൽകുന്നു. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന മാത്യു കുഴൽനാടൻ. മാസപ്പടി ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മൂവാറ്റുപുഴ MLA. വയനാട് പനമരത്തിറങ്ങിയ കാട്ടാനകളെ തുരത്തി. മേച്ചേരിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് 8 കാട്ടാനകൾ. കാട്ടാനകളെ കാടുകയറ്റിയത് വനം വകുപ്പും RRT സംഘവും ചേർന്ന്. ആശങ്ക അകറ്റണമെന്ന് പ്രദേശവാസികൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPIM നേതൃത്വത്തിനെതിരെ ദയാവധത്തിന് അനുമതി തേടി മാപ്രാണം സ്വദേശി ജോഷി. ബാങ്കിൽ പ്രതിസന്ധി തുടങ്ങിയ ഉടൻ നേതാക്കൾ നിക്ഷേപം പിൻവലിച്ചു. അനുഭാവികളെ CPM വഞ്ചിച്ചു എന്നും ആരോപണം. കളമശ്ശേരിയിൽ മന്ത്രി P രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ അച്ചടക്ക സമിതിയുടെ അന്വേഷണം തുടങ്ങി. 5 അംഗ കമ്മിറ്റിക്ക് ചുമതല. നടപടി പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയതിനു പിന്നാലെ. SFI യൂണിറ്റ് സെക്രട്ടറിയെ ആക്രമിച്ച കേസിൽ ഇതുവരെ പിടിയിലായത് 2 പേർ. മലപ്പുറം മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉച്ചക്കഞ്ഞിക്കുള്ള അരി അധ്യാപകൻ കടത്തിയെന്ന ആരോപണം. ദൃശ്യങ്ങൾ സഹിതം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകി പഞ്ചായത്ത് അംഗം. ആരോപണം തള്ളി സ്കൂൾ അധികൃതർ. കണക്കുകൾ കൃത്യമെന്നും പരാതി വസ്തുതാവിരുദ്ധമെന്നും വിശദീകരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ രാഷ്ട്രീയ ചൂടിൽ തൃശൂർ. TN പ്രതാപനായുള്ള ചുവരെഴുത്തിന് പിന്നാലെ പുതിയ ആരോപണവുമായി CPIM. ജില്ലയിൽ കോലി ബി സഖ്യമെന്ന ജില്ലാ സെക്രട്ടറി MM വർഗീസ്. TN പ്രതാപന്റെ പ്രചാരണം BJPക്ക് വേണ്ടിയെന്നും സിറ്റിംഗ് MP മണ്ഡലത്തെ അവഗണിച്ചെന്നും ആരോപണം. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ജീവൻ മരണ പോരാട്ടം. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എതിരാളികൾ. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യ മത്സരം. എതിരാളികൾ ബംഗ്ലാദേശ്. വെൽക്കം DS. അപ്പോൾ അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ സംക്ഷിപ്തം. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട വർഷിപ്പ്, ജോസ്ഫിൻ ജോസഫ്, ജാസ്മിൻ ജേവിൻ, ഗ്രേസി സബാസ്റ്റ്യൻ, സുനീറ, അബ്ദുൽ ഖാദർ, അലി മണ്ണാർക്കാട്, അഞ്ജന, ജിജു ഡാനിയൽ, വിപിൻ ബെന്നി, വിൻസെന്റ്, കുഞ്ഞു മുഹമ്മദ്, ഉണ്ണികൃഷ്ണൻ, ജോബിൻ കുരമ്പാലാക്കം ഒക്കെ, റിസ്വാൻ അടക്കം, ഷാനു, സോജിഷ് അടക്കം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ജേക്കബ് AK പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ പ്രേക്ഷകരും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ നേരെ വാർത്തയിലേക്ക് കിടക്കുന്നു. നേരത്തെ പറഞ്ഞ ഒരുപാട് വാർത്തകൾ ഉള്ള ഒരു ദിവസം കൂടിയാണ്. രഞ്ജിത്ത് ശ്രീനിവാസനെ വധക്കേസിൽ
15 പ്രതികളും കുറ്റക്കാർ എന്ന് പറയുകയാണ് കോടതി. ആലപ്പുഴയിൽ നമുക്ക് ഓർമ്മയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ ചോരക്കളി. അതിൽ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണ്. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പേരാണ് പ്രതികൾ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. മുഴുവൻ പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, ദൃക്സാക്ഷികളെ ആക്രമിക്കുക തുടങ്ങി പോലീസ് ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. കൃത്യമായ ആസൂത്രണത്തോടെ അതിവേഗം നടപ്പിലാക്കിയ അതിക്രൂരമായ കൊലപാതകമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ കേസിനകത്ത് ഇതിന് ആസ്പദമായ മറ്റൊരു സംഭവം, വയലാറിൽ നന്ദുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ കൊലപാതകത്തിന് ശേഷം ഇപ്രകാരം വീണ്ടും ഒരു കൊലപാതകം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് 3-ാം പ്രതി അനൂപിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഇപ്രകാരം തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി കഴിഞ്ഞു. അതിൽ 1-ാമത്തെ പേരായി കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ പേര് തന്നെയായിരുന്നു. അതിൽ ധാരാളം പേരുടെ മറ്റു പേരുകളും ഇനിയുണ്ട്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ, മാതാവ് വിനോദിനി എന്നിവർ പ്രതികരിച്ചു. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 15 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. പരമാവധി എല്ലാവരും 3 പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം പരമാവധി ശിക്ഷ തന്നെ കൂടെ നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. വിധിയിൽ നമുക്ക് തൃപ്തിയുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം. ആലപ്പുഴയിലെ BJP നേതാവും OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ 2021 ഡിസംബർ 19-നാണ് കൊല്ലപ്പെട്ടത്. SDPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KS ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് വീട്ടുകാർക്ക് മുന്നിൽ വെച്ച് രഞ്ജിത്തും കൊല്ലപ്പെട്ടത്. ഷാൻ വധക്കേസിൽ 11 RSS BJP പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. ഇവരെല്ലാം ജാമ്യത്തിലാണ്. ഈ കേസ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി അടുത്ത മാസം 2-ാം തീയതി വീണ്ടും പരിഗണിക്കും. 24 ആലപ്പുഴ. മനീഷ് മഹിപാൽ വിവരങ്ങൾ വച്ചിരുന്നു. മനീഷ്, കൊലയുടെയും മറുകൊലയുടെയും ഒക്കെ ഒരു കിരാത ദിവസങ്ങൾ വീണ്ടും ഓർമ്മയിലേക്ക് അസ്വസ്ഥതയോടെ വരികയാണ്. ശിക്ഷാവിധി, പ്രതികൾക്കുള്ള ശിക്ഷാവിധി എപ്പോഴാണ് പ്രഖ്യാപിക്കുക മനീഷ്? ഹാഷ്മി, മറ്റന്നാൾ തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി ഒരുപക്ഷെ മറ്റന്നാൾ ഉണ്ടായേക്കില്ല. ശിക്ഷാവിധിയിൽ പ്രതിഭാഗം എന്താണെങ്കിലും ആനുകൂല്യങ്ങളിലെ ഇളവുകൾ ആവശ്യപ്പെടും. പ്രതികളുടെ പ്രായം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നിരത്തിയായിരിക്കും ശിക്ഷാവിധിയിൽ പ്രതിഭാഗം ഇളവുകൾ ചോദിക്കുക. എന്താണെങ്കിലും പക്ഷേ ഇന്ന് പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുള്ള വാദങ്ങളിൽ കോടതിക്ക് കൃത്യമായി സംശയാതീതമായി തെളിയിക്കപ്പെട്ടു, അല്ലെങ്കിൽ കോടതിക്ക് ബോധ്യപ്പെട്ടു 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൃത്യമായി കൊലപാതകത്തിൽ പങ്കെടുത്തവരാണ്. അത് കഴിഞ്ഞുള്ള 9, 10, 11, 12 പ്രതികൾ ആ സമയത്ത് ഇവർക്ക് സഹായം ചെയ്തവരാണ്. 13, 14, 15 പ്രതികൾ ഇവരെ രക്ഷപ്പെടുത്താൻ, ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കാൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ്. അങ്ങനെ 15 പേരും കുറ്റക്കാരാണ് എന്ന് കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം 2021 ഫെബ്രുവരി മാസം യുവമോർച്ച പ്രവർത്തകനായ നന്ദുകൃഷ്ണ കൊല ചെയ്യപ്പെടുന്നു. പിന്നാലെയാണ് SDPI സംസ്ഥാന സെക്രട്ടറി ഷാൻ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നത്. പിന്നീടാണ് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ അടുത്ത ദിവസം 19-ാം തീയതി പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും ഇളയ മകളുടെയും മുൻപിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. 56 മുറിവുകളായിരുന്നു ശരീരത്തിലുണ്ട്. അത്രത്തോളം ക്രൂരമായ കൊലപാതകമായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമുക്ക് പ്രോസിക്യൂഷൻ്റെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആത്മാർത്ഥത കാണാതിരിക്കാൻ സാധിക്കില്ല. കാരണം 9 മാസങ്ങളെടുത്താണ് ഈ പ്രോസിക്യൂഷൻ കൃത്യമായി വാദങ്ങൾ നിരത്തുകയും തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിറ്റ് ലിസ്റ്റ് ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് 3-ാം പ്രതി അനൂപിൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നും ഫോണിൽ നിന്നും ഇത്തരത്തിൽ ഇവർ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി അവിടെ എത്താനുള്ള രൂപരേഖ അടക്കമുള്ള കാര്യങ്ങൾ, റൂട്ട് മാപ്പ് തയ്യാറാക്കിയെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികൾ പ്രൊഫഷണലായി ഇത്തരത്തിൽ ഒരാളെ കൊല ചെയ്യാൻ പരിശീലനം ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതികളുടെ ഫോണിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത്തരം ഡിജിറ്റൽ തെളിവുകൾ സാധാരണഗതിയിൽ പോലീസിന് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ, പക്ഷേ ഇവിടെ ഈ കേസ് അന്വേഷിച്ചത് ആലപ്പുഴ ഡിവൈഎസ്പി N ജയരാജ് ആയിരുന്നു. അദ്ദേഹം 6 മാസം എടുത്ത് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ കൃത്യമായി ഈ തെളിവുകളെ പറ്റി പറഞ്ഞിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില CCTV ദൃശ്യങ്ങളായിരുന്നു. അതായത് ഈ കൊലപാതകം നടത്താൻ വേണ്ടി 18-ാം തീയതി രാത്രി 11 മണിയോടുകൂടി രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീടിൻ്റെ സമീപത്തെത്തിയെങ്കിലും അനുകൂലമായ സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് പുലർച്ചെ 6 മണിക്ക് വീട്ടിലെത്തുന്നത്. ഇതിനു മുൻപ് കൊലപാതകം നടത്തുന്നതിന് മുൻപ് 3 തവണ ഇവർ ഒത്തുകൂടിയതിൽ
ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവർ ഒത്തുകൂടിയതിന്റെ CCTV ദൃശ്യങ്ങൾ, പ്രതികളിൽ 6 പേരുടെ ഫിംഗർ പ്രിന്റുകൾ വീട്ടിൽ നിന്ന് പ്രധാന തെളിവുകൾ കിട്ടിയ പ്രധാന ഹിറ്റ് ലിസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഒരു കൊലപാതകം, മണിക്കൂറുകൾക്കകം അടുത്ത കൊലപാതകം, അങ്ങനെ കേരള മനസ്സാക്ഷി ഒന്നാകെ ഞെട്ടിച്ച ദിവസങ്ങളായിരുന്നു ആലപ്പുഴയിലെ ആ ദിവസങ്ങൾ. ഇനി ഒരു കാലത്തും അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയുമാണ്. അതേവിടെ ഷാനു ചോദിക്കുന്നു, സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവരെയും കാണാമല്ലേ, പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല. അയ്യോ അതെന്നാ പറ്റും ഷാനു, വരണം എന്തായാലും വരണം. അപ്പോൾ ഓക്കെ. കേന്ദ്രാവഗണനയ്ക്കെതിരെ കണ്ണു ചേരാൻ DYFI. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് DYFI ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർക്കും. 20 ലക്ഷത്തിലധികം പേർ കണ്ണികളാകുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. വൈകിട്ട് 4:30 ട്രയൽ നടത്തും. 5 മണിക്കാണ് മനുഷ്യച്ചങ്ങല. രാജ്ഭവന് മുന്നിൽ പൊതുയോഗം നിശ്ചയിച്ചിട്ടുണ്ട്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നാരോപിച്ചാണ് സമരം. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി ഇടപെട്ടെന്ന റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ വെളിപ്പെടുത്തൽ ഗുരുതരം എന്ന് AR റഹീം MP പറഞ്ഞു. DYFI മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് പരിപൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ അസാധാരണമായ ഒരു സമരമായി സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന സമരം മാറും. ആ സമരത്തിന് DYFI അഖിലേന്ത്യാ കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടേഴ്സ് കളക്ടീവിൻ്റെ ഈ നികുതി വിഹിതം സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഭരണഘടനാ വിരുദ്ധമായ ഇടപെടൽ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. രാജ്യത്ത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. അതിനെതിരെ സമഗ്രമായ അന്വേഷണം വേണം. അരുൺ പൂപ്പറമ്പ കാസർഗോഡുണ്ട്, AV ജയശങ്കർ തിരുവനന്തപുരത്തുണ്ട്. പൂപ്പറമ്പയിലേക്ക് അരുൺ, ഇവിടെ DYFI ദീർഘനാളിന് ശേഷം, ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ്, അത്തരത്തിൽ ദീർഘവർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യച്ചങ്ങല എന്നൊരു സമരമാർഗത്തിലേക്ക് DYFI CPM നടത്തുന്നുണ്ട്. DYFI കടക്കുന്നത് എത്രത്തോളം വിജയകരമാക്കാനാണ് DYFIയുടെ ആലോചന? ഒരുക്കങ്ങൾ എന്തായി അരുൺ? ഹാഷ്മി, രാജ്യത്തെ ഐതിഹാസികമായ ഒരു സമരം, അങ്ങനെയാണ് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് AR റഹീം അല്പസമയം മുമ്പ് ഈ സമരത്തെ വിശേഷിപ്പിച്ചത്. 20 ലക്ഷം പേർ സംസ്ഥാനത്താകെ പങ്കെടുക്കും എന്നതാണ് DYFI അവകാശപ്പെടുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ പൊതുയോഗം ഉൾപ്പെടെ ഉണ്ടാകും. 4:30 ട്രയൽ ആരംഭിക്കും. 5 മണിക്ക് കൃത്യമായി ഈ മനുഷ്യച്ചങ്ങല കണ്ണിച്ചേരും എന്ന നിലക്കാണ് ക്രമീകരണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ്. ഇവിടെയാണ് കാസർഗോഡ് ജില്ലയിലെ കാസർഗോട്ടെ പൊതുയോഗം നടക്കുന്ന വേദിയാണ് ഇവിടെ ആദ്യ കണ്ണി DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് AR റഹീം ആയിരിക്കും ആദ്യ കണ്ണി. അതിനുശേഷം പൊതുയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. നേരത്തെ PK ശ്രീമതി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് അവസാനമായി മനസ്സിലാക്കുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ മാത്രം 1 ലക്ഷം പേർ പങ്കെടുക്കുമെന്ന തരത്തിലാണ് DYFI ഭാരവാഹികൾ അറിയിക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു സമര മുന്നേറ്റം എന്ന നിലക്കാണ് DYFI ഇതിനെ കാണുന്നത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കുകയാണ് ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, അതായത് കേന്ദ്ര അവഗണന, കേന്ദ്ര നികുതി വിഹിതം ഉൾപ്പെടെ നൽകുന്നതിൽ വലിയ അവഗണന എന്ന ആരോപണം അത്തരത്തിൽ നേരത്തെ തന്നെ ഇടതുപക്ഷം ഉയർത്തിയതാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വലിയ സമരമുന്നേറ്റം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഇത്തരം ഒരു പ്രതിരോധം ശക്തമാക്കുക തന്നെയാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായി ഇതിന്റെ ഒരു ഒരുക്കം എന്ന തലത്തിലൊക്കെ ഈ സമരത്തെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ തരത്തിൽ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് DYFI ഒരുക്കിയിട്ടുള്ളത്. വിവിധ കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങൾ ഉണ്ടാകും. യുവജനങ്ങൾക്കൊപ്പം അതോടൊപ്പം പൊതുജനങ്ങളും സാംസ്കാരിക കലാരംഗത്തെ വിവിധ പ്രമുഖരായിട്ടുള്ളവർ ഈ പരിപാടിയിൽ ഈ സമരത്തിന്റെ ഭാഗമാകും എന്നാണ് DYFI പറയുന്നത്. എന്തായാലും 5 മണിക്ക് തന്നെ ഈ മനുഷ്യച്ചങ്ങല കണ്ണിച്ചേരുകയും ചെയ്യും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് കണ്ണി പൊട്ടാതെ 20 ലക്ഷം പേരാണ് നിരക്കുന്ന ഒരു മനുഷ്യച്ചങ്ങല എന്നാണ് DYFI പറയുന്നത്. അത് ഐതിഹാസിക സമരമെന്ന് AR റഹീം പറയുന്നുമുണ്ട്. AV ജയശങ്കർ, രാജ്ഭവന്റെ മുന്നിൽ അവിടെ ഒരു പ്രതിഷേധ സദസ്സ് പോലെയൊക്കെ ഉണ്ട്. അത് പ്രതീകാത്മകമാണ്. ഏത് രീതിയിലാണ് തിരുവനന്തപുരത്തെ ഒരുക്കങ്ങൾ? ഗവർണർ ഇന്ന് രാജ്ഭവനിലുണ്ടോ? ആഷ്മി, ഗവർണർ രാജ്ഭവനിൽ തന്നെയുണ്ട്, തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് DYFIയുടെ മനുഷ്യച്ചങ്ങലയുടെ സമാപനം രാജ്ഭവന് മുന്നിൽ നടക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു മനുഷ്യച്ചങ്ങല DYFI നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് വരികയാണ്. LDF കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കേന്ദ്ര നയങ്ങൾക്കെതിരെ തങ്ങളുണ്ട്, തങ്ങളാണ് സമരം ചെയ്യുന്നതെന്ന കൃത്യമായ സന്ദേശം നൽകുന്നതിന് വേണ്ടി യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു
സമരത്തിന് ഡിവൈഎഫ്ഐ മുതിരുന്നത്. എന്തായാലും വലിയ യുവജന പങ്കാളിത്തം ഈ സമരത്തിൽ ഉണ്ടാകുമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. എന്തായാലും 20 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കും. എന്തായാലും 4:30 തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് ആരംഭിക്കും. 4:30 ട്രെയിൻ നടത്തി 5 മണിക്ക് കൃത്യമായി മനുഷ്യച്ചങ്ങലയുടെ അവസാന കണ്ണിയായ ഇ.പി. ജയരാജനെ അണിനിരത്തി ഈ ചങ്ങല സംഘടിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ നിലവിലെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷ ഇതിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെയും ഒപ്പം ഗവർണർക്കെതിരെയും രാജ്ഭവന് മുമ്പിൽ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ രാജ്ഭവന് മുമ്പിൽ ഒരു പന്തൽ ഉയരും. ഈ പന്തലിൽ 3 മണിയോടുകൂടി തന്നെ കലാപരിപാടികൾ ആരംഭിക്കും. പിന്നീട് ആളുകൾ അണിനിരന്നുകൊണ്ട് ഈ മനുഷ്യച്ചങ്ങലയിലേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. എന്തായാലും കൃത്യമായ വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകാൻ തന്നെയാണ് ഡിവൈഎഫ്ഐ ഒരുങ്ങുന്നത്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെ സമരത്തിലേക്ക് നേതാക്കൾ ക്ഷണിച്ചിരുന്നു. ഇത്തരത്തിൽ ആരെങ്കിലും പങ്കെടുക്കുമോ എന്നത് കൗതുകകരമായ കാര്യമാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന നേതാക്കളും തലസ്ഥാനത്ത് തന്നെയുണ്ട്. ഈ സമരത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണങ്ങളും വരും മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു രാഷ്ട്രീയ സമരത്തിന്, രാഷ്ട്രീയ പോരാട്ടത്തിന് ഡിവൈഎഫ്ഐ ഒരുങ്ങുകയാണ്. അതിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എന്തായാലും 5 മണിയോടുകൂടി തന്നെ മനുഷ്യച്ചങ്ങലയുടെ അവസാന കണ്ണിയായി ഇ.പി. ജയരാജൻ അണിനിരക്കുന്നതോടുകൂടി തലസ്ഥാനത്തെ മനുഷ്യച്ചങ്ങല പൂർത്തിയാകും. പിന്നീടുള്ള പൊതുസമ്മേളനത്തിൽ MP ഗോവിന്ദൻ സംസാരിക്കും. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ആളുകളും തിരുവനന്തപുരത്ത് സംസാരിക്കുന്നുണ്ട്. 19 വേദികളാണ് തിരുവനന്തപുരത്ത് പ്രധാനമായി സംഘടിപ്പിച്ചിരിക്കുന്നത്, വിവിധ മണ്ഡലങ്ങളിലും മറ്റുമായി. ഈ വേദികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പൊതുയോഗങ്ങളും മറ്റുമുണ്ടാകും. ഇവിടെയെല്ലാം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങൾ തന്നെ, വിമർശനങ്ങൾ തന്നെ ഉണ്ടാകും. ആഷ്മി. വിജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 5 മണിക്ക് അവസാന കണ്ണി ഇ.പി. ജയരാജൻ അവിടെ കണ്ണുചേരും. പിന്നീടാണ് പൊതുയോഗങ്ങൾ, പ്രസംഗങ്ങൾ. ഇവിടെ മഹർജി ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങലയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ട്. അങ്ങനെ 1-2 പ്രേക്ഷകർ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വേറൊരു പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ, അറിയാമേലായിട്ട് ചോദിക്കുക, എറണാകുളം നോർത്തിൽ നിന്ന് കടവന്തറ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? സമ്മേളനത്തിന് മിനിമം ചാർജായ 30 രൂപയ്ക്ക് ഓട്ടോയിൽ വരാൻ പറ്റുമോ? നോർത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ 30 രൂപ, മിനിമം 30 രൂപ ആവില്ല, കുറച്ചുകൂടെ ആവും. ഒരു 10, 60, 70, 80, പരമാവധി 100 രൂപ ഒക്കെ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ദൂരമുണ്ട്. അതേസമയം സൗത്തിൽ ഇറങ്ങിയാൽ വേണമെങ്കിൽ നടന്നു വരാൻ ദൂരമേ ഉള്ളൂ. സൗത്തിൽ ഇറങ്ങി ഓട്ടോ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി മിനിമം ചാർജ് മാത്രമേ ഉള്ളൂ. വേണ്ട, അവിടുന്ന് നടന്നു വരാൻ ദൂരമേ ഉള്ളൂ. പരമാവധി സൗത്തിലങ്ങ് ഇറങ്ങുന്നേ. ഇപ്പോൾ സൗത്തിൽ സ്റ്റേഷൻ ചെയ്യുന്ന ട്രെയിനാണെങ്കിൽ സൗത്തിൽ ഇറങ്ങാമല്ലോ. അയോധ്യയിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. വിഗ്രഹം സ്ഥാപിക്കേണ്ട ഗർഭഗൃഹം ശുദ്ധീകരിക്കുന്ന ചടങ്ങുകൾക്ക് രാവിലെ തുടക്കമായി. പ്രദേശത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പരിശോധനയ്ക്കിടെ ഖലിസ്ഥാൻ ബന്ധമുള്ള 3 പേർ പിടിയിലായി. അയോധ്യയുടെ പേരിൽ പലഹാരങ്ങൾ വിറ്റെന്ന പരാതിയിൽ ആമസോണിനോട് കേന്ദ്രം വിശദീകരണം ആരാഞ്ഞു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് ശുദ്ധിവരുത്തൽ ക്രിയകൾ. പുതിയ ശ്രീരാമക്ഷേത്രത്തിലെ ഗർഭഗൃഹ ശുദ്ധിവരുത്തൽ ചടങ്ങുകൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കുംഭങ്ങളിൽ എത്തിച്ച സരയൂ ജലം ഉപയോഗിച്ചാണ് ശുദ്ധികലശം. ക്ഷേത്രത്തിലെ വാസ്തുശാന്തി ചടങ്ങുകൾക്കും ഇന്ന് രാവിലെ മുതൽ തുടക്കമായി. താൽക്കാലിക രാമക്ഷേത്രത്തിലെ രാംലല്ല ഗർഭഗൃഹത്തിലേക്ക് മാറ്റുന്ന ചടങ്ങുകളും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അയോധ്യയിൽ ശക്തമാക്കി. ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനയുമായി ബന്ധമുള്ള 3 പേരെ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. അയോധ്യയുടെ മാപ്പ് തയ്യാറാക്കുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ഓൺലൈൻ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്ന സംഘങ്ങളെ പ്രോത്സാഹിപ്പിച്ചു എന്ന ആരോപണത്തിൽ ആമസോണിനെതിരെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചു. വ്യാജപ്രസാദം അയോധ്യയുടെ പേരിൽ വിപണനം നടത്തിയതിന് വിശദീകരണം നൽകാൻ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം ആമസോണിനോട് ആവശ്യപ്പെട്ടു. 7 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് എത്തുന്ന അതിഥികളെ സ്വീകരിക്കാനായുള്ള പ്രത്യേക ക്രമീകരണങ്ങളും ഇന്ന് അയോധ്യയിൽ യാഥാർത്ഥ്യമായി. പ്രത്യേക കൺട്രോൾ റൂം അടക്കമാണ് പ്രവർത്തനം തുടങ്ങിയത്. പൊതുജനങ്ങളുടെ പ്രവേശനത്തിന് ഇന്നു മുതൽ അയോധ്യയിൽ കർശന വിലക്കുണ്ടെങ്കിലും ആ നിയന്ത്രണങ്ങൾ ഭേദിച്ചുകൊണ്ടുള്ള ജനപ്രവാഹം അയോധ്യയിലേക്ക് തുടരുകയാണ്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന അയോധ്യയിൽ ഇത് പോലീസിന് വലിയ തലവേദനയായി മാറുകയും ചെയ്യുന്നു. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. എസ് വിജയകുമാറാണ് അയോധ്യയിൽ ചേരുന്നത്. വിജയകുമാർ, ഇപ്പോൾ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചവർക്ക് മാത്രമേ അയോധ്യയിലേക്ക് പ്രവേശനമുള്ളൂ. അതടക്കം എന്തൊക്കെയാണ് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ? വിജയകുമാർ.
ഹാഷ്മി, സുരക്ഷാ ക്രമീകരണത്തിന്റെ കാര്യത്തിൽ 3 ലെയറുള്ള 3 പാളികളായി സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഉത്തർപ്രദേശ് പോലീസിലെ ഒരു SSF എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വിങ്ങിനാണ് അതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ട്രെയിനിങ് നൽകിയത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡാണ്. ഏതാണ്ട് കമാൻഡോകൾക്ക് സമാനമായ ട്രെയിനിങ് ലഭിച്ച 100-ലധികം വരുന്ന അംഗങ്ങളാണ് അയോധ്യയുടെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവർ നഗരത്തിന്റെ പലയിടങ്ങളിലായി ഇങ്ങനെ പരിശോധന തുടരുകയാണ്. അതിനിടെയാണ് ഇവിടെ നിന്ന് ഈ ഖലിസ്ഥാൻവാദികളായ 3 പേരെ ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. അവരെ വളരെ വിശദമായി ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി, നമുക്കറിയാം ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ വലിയ സുരക്ഷ ഒരുക്കേണ്ട ആളുകളുടെ എണ്ണം വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് പ്രത്യേക സുരക്ഷ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് നിയന്ത്രണം കർശനമായിട്ടുണ്ടാകും. മാധ്യമങ്ങൾക്ക് പോലും അവിടെ കർശന പരിശോധനയ്ക്ക് ശേഷമേ പുതിയ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് നമ്മളെ ലൈവിനൊക്കെ അനുവദിക്കുന്നുള്ളൂ. നാളെയൊക്കെ ആവുമ്പോഴേക്കും ആ ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ദൂരദർശൻ എല്ലാ ദൃശ്യങ്ങളും എത്തിക്കും. ദൂരദർശൻ വാർത്താ ഏജൻസികൾക്കും ദൃശ്യം നൽകും. അതുകൊണ്ട് അവിടേക്ക് മാധ്യമപ്രവർത്തകർ പോലും പോകേണ്ട എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സുരക്ഷ അതീവ കർശനമാക്കിയിട്ടുണ്ട്. ഈ 3 ഖലിസ്ഥാൻവാദികളെ പിടികൂടുക കൂടി ചെയ്തതോടെ കുറെ കൂടി കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ തീർത്ഥാടക സംഘങ്ങളായി ഇവിടേക്ക് എത്തുകയാണ്. അവരെ കൊണ്ട് ഏതാണ്ട് അയോധ്യ നഗരം പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞു എന്ന് തന്നെ പറയാം. രാവിലെ മുതൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ അങ്ങനെ വരുന്ന ആളുകളാണ്. വിവിധ സന്യാസ മഠങ്ങളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിനായ സംഘങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വന്ന് ഇവിടെ തിരക്ക് കൂട്ടേണ്ട, പിന്നീടാവാം ദർശനമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടൊരു അഭ്യർത്ഥന നടത്തി. പ്രധാനമന്ത്രി പിന്നീട് ഇത് ആവർത്തിച്ചു. പക്ഷെ അപ്പോഴും ഈ തിരക്കിനൊരു കുറവുമില്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നാളെ എത്തിയേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. പക്ഷേ മിക്കവാറും 22-ന് ഈ പരിപാടി നടക്കുന്ന ദിവസമേ അദ്ദേഹം വരൂ എന്നും പറയുന്നുണ്ട്. ഇന്നും നാളെയും ഒക്കെ അദ്ദേഹത്തിന് തിരക്കിട്ട പരിപാടികളുണ്ട്. അതിനിടയിലും ഇവിടെ വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല. ഈ അവധി കൂടുതൽ പ്രഖ്യാപിക്കുന്നതിനെതിരെ ചിലർ രംഗത്ത് വന്നു. പക്ഷേ ഒരു കാര്യം ഹാഷ്മി, ഈ വിവാദങ്ങളോട് അതേ തരത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് BJP അതിന്റെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ കമനീയതയ്ക്ക് കോട്ടം വരുത്തുന്ന ഒരു വിവാദവും പാടില്ല. അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല. ആ പരിപാടി അങ്ങനെ തന്നെ നടക്കട്ടെ. അതുകൊണ്ട് തൽക്കാലം ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല. ഈ ക്ഷേത്രങ്ങൾ വൃത്തിയാക്കുക, അതുപോലെ വേണ്ട ആ നിലയിൽ സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ ഏർപ്പെടാനാണ് BJP പ്രവർത്തകരോട് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തന്നെ ഇന്നലെയും ഇന്നുമൊക്കെ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് വിവാദങ്ങളിലേക്ക് പ്രതികരിക്കില്ല. പക്ഷേ ഈ അവധി പ്രഖ്യാപിക്കുന്നത് തുടരുകയാണ്. ഉത്തർപ്രദേശ് ഏതാണ്ട് പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ മത്സ്യ മാർക്കറ്റിനും ഈ മാംസ വിൽപ്പനശാലകളും പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞു. ബോംബെ ഓഹരി വിപണി തിങ്കളാഴ്ച പ്രവർത്തിക്കില്ല. ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ കേന്ദ്ര സർക്കാർ ഈ ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. ആ വിവാദം അങ്ങനെ കത്ത് നിൽക്കുമ്പോഴും കൂടുതൽ അവധി പ്രഖ്യാപിക്കുന്നുണ്ട് സംസ്ഥാന BJP സർക്കാരുകളും അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ. ഏതായാലും ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ക്ഷേത്രത്തില് ഈ ഗർഭഗൃഹം പ്രതിഷ്ഠാ ചടങ്ങ് നടക്കേണ്ട സ്ഥലം വൃത്തിയാക്കുകയാണ് ഇന്ന്. അതിന്റെ പൂജാകർമ്മങ്ങളും താന്ത്രിക വിധിപ്രകാരമുള്ള മറ്റ് കാര്യങ്ങളുമൊക്കെ അവിടെ തുടരുകയാണ്. ഏതാണ്ട് ഒരു ഉത്സവാന്തരീക്ഷം ഇവിടെ അയോധ്യ നഗരത്തിലാകെയുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുന്നത് ലതാ മങ്കേഷ്കറുടെ പേരിലുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ലതാ മങ്കേഷ്കർ മാർഗ്. ഇവിടെ എപ്പോഴും ലതാ മങ്കേഷ്കറുടെ രാമഭക്തി ഗാനങ്ങൾ കേൾക്കാം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രീരാമഭക്തി ഗാനങ്ങൾ പാടിയിട്ടുള്ളയാള് ലതാ മങ്കേഷ്കറാണ്. അതുകൊണ്ട് അവരുടെ ഓർമ്മ നിലനിർത്തുന്ന ഒരു പ്രദേശം, ഒരു ജംഗ്ഷൻ, ഒരു കവല. അവിടെ എപ്പോഴും ലതാ മങ്കേഷ്കർ പാടിയ പാട്ടുകൾ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അതിനിടയിൽ കലാകാരന്മാർക്ക് അവരുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് പോവുകയും ചെയ്യാം. തൊട്ടപ്പുറത്താണ് സന്ത് തുളസീദാസ് എന്ന ഒരു തുളസീദാസ് എന്ന മഹർഷിയുടെ സന്യാസിയുടെ പേരിലുള്ള ഒരു തുളസീദാസ് ഒരു റോഡുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ ആശ്രമവും ഒക്കെ ഉണ്ട്. അവിടെയും ഇങ്ങനെ കലാപരിപാടികളും രാമായണ പാരായണവും ഒക്കെയായി, വിവിധ ഭാഷകളിലുള്ള രാമായണ പാരായണവും ഒക്കെയായി സജീവമാണ് അയോധ്യ നഗരം. ഹാഷ്മി. എസ് വിജയകുമാറാണ് അയോധ്യയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. അവിടെ ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കടക്കുകയാണ് അയോധ്യ. ഷാനു പറയുന്നു, വരാൻ നല്ല ആഗ്രഹമുണ്ട് ഹാഷ്മി, ഒത്തിരി ലോങ് അല്ലേ വഴി. ഞങ്ങളുടെ മേലാറ്റൂർ ഉച്ചാരക്കടവ് എന്ന സ്ഥലത്താണ്. പിന്നെ എനിക്ക് കുറേ ആടുകളുണ്ട്, അതൊക്കെയാണ് പ്രശ്നം. അവരെ നോക്കാൻ വേറെ ആളില്ല എന്ന് പറയുകയാണ് ഷാനു. പോട്ടെ, സാറില്ല, നമുക്ക് അടുത്തൊരു തവണ നോക്കാം. എന്തായാലും നമ്മുടെ സംസ്ഥാന സമ്മേളനം ലൈവായി TV യിൽ ഉണ്ടാകും. അപ്പോൾ ആടുകളുടെ കൂടെ ആടുകൾ നോക്കിക്കൊണ്ട് നമ്മുടെ TV യിൽ എന്തായാലും ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നേരിട്ട് പങ്കെടുക്കുന്ന അത്ര ഫീൽ കിട്ടില്ലെങ്കിൽ കൂടിയും
എന്തായാലും എല്ലാ പരിപാടിയും കാണാം. എന്തായാലും അത് കാണണം പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഷാനുവും പ്രിയപ്പെട്ട പ്രേക്ഷകരും. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണം പാടില്ല എന്ന് BJP ദേശീയ നേതൃത്വം നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് രാഷ്ട്രീയ നിറം കൊടുക്കുന്ന ഒന്നും പാടില്ലെന്നാണ് നിർദ്ദേശം. അതേസമയം പ്രാണപ്രതിഷ്ഠയ്ക്ക് അവധി പ്രഖ്യാപിക്കുന്ന നടപടി തുടരുകയാണ്. ഡൽഹിയിലെ ബാബർ റോഡിന്റെ പേര് അയോധ്യ മാർഗ് എന്നാക്കി മാറ്റി ഹിന്ദു ബോർഡ് സ്ഥാപിച്ച ബോർഡ് പോലീസ് നീക്കം ചെയ്തു. രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതെ BJPയും ഉത്തർപ്രദേശ് സർക്കാരും. എന്തു പ്രതികരണവും കരുതലോടെ മാത്രമെന്ന കർശന നിർദ്ദേശമാണ് നേതാക്കൾക്ക് BJP നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ മാറ്റു കുറയരുത് എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ പ്രതികരണങ്ങളിലും ആ ജാഗ്രത കാണാം. ഹൈക്കമാൻഡ് വിലക്ക് മറികടന്ന് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് UP കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. തൽക്കാലം ഏറ്റുമുട്ടൽ വേണ്ടെന്നാണ് AICC നിലപാട്. രാമൻ എല്ലാവരുടെയുമാണ് എന്ന ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസ്താവന BJP സ്വാഗതം ചെയ്തു. ഫറൂഖ് അബ്ദുള്ള ഈ നിലപാട് സ്വീകരിച്ചത് രാമഭക്തരുടെ വിജയമെന്ന് BJP നേതൃത്വം പ്രതികരിച്ചു. രാമരാജ്യമെന്ന ആശയം BJPക്ക് എന്നും പ്രചോദനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതിനിടെ പ്രതിഷ്ഠാ ദിനത്തിലെ അവധി പ്രഖ്യാപനം തുടരുകയാണ്. മുംബൈ ഓഹരി വിപണി തിങ്കളാഴ്ച പ്രവർത്തിക്കില്ല. BJP സംസ്ഥാനങ്ങൾ ഇതിനോടകം പൂർണ്ണമായോ ഭാഗികമായോ അവധി നൽകിയിട്ടുണ്ട്. അയോധ്യയിലേക്ക് തീർത്ഥാടകരും ക്ഷണിക്കപ്പെട്ട അതിഥികളും വന്നുകൊണ്ടിരിക്കുന്നു. ഇത് അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി. തീർത്ഥാടക സംഘങ്ങൾ മാത്രമല്ല ഈ വഴി നടക്കുന്നത്. രാഷ്ട്രീയ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് കൂടി ഈ വഴി നീളും. അയോധ്യയിൽ നിന്ന് ക്യാമറമാൻ VS രാഹുലിനൊപ്പം S വിജയകുമാർ, 24. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയായി മാറിയെന്ന് രാഹുൽ ഗാന്ധി. യഥാർത്ഥ വിശ്വാസികൾ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണ് വേണ്ടതെന്നും അസമിൽ ഭാരത് ജോഡോ യാത്രക്കിടെ രാഹുൽ പറഞ്ഞു. അസമിലെ 3ാം ദിന പര്യടനം ലഖിംപൂർ ജില്ലയിലെ ബോഗി നദിയിൽ നിന്നാണ് തുടങ്ങിയത്. യാത്ര ഇന്ന് അരുണാചൽ പ്രദേശിലേക്ക് കടക്കും. അസമിലെ ഭാരത് ജോഡോ യാത്രയുടെ ആദ്യ 2 ദിവസങ്ങളിലും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി ഇന്ന് അയോധ്യ വിഷയത്തിൽ പ്രതികരിച്ചു. ജനുവരി 22 ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയായെന്ന വിമർശനം. താൻ മതത്തെ മുതലെടുക്കാൻ ശ്രമിക്കാറില്ലെന്നും മതത്തിന്റെ തത്വങ്ങളിൽ ജീവിക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. ലഖിംപൂരിലെ ബോഗി നദിയിൽ യാത്ര ആരംഭിച്ച രാഹുൽ ഗാന്ധി പഹുമാരയിൽ സാരാഗഡ് യുദ്ധനായകൻ ലജിത് ബോർഫുഖാന് ആദരമർപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരുമായി രാഹുൽ സംവദിച്ചു. ഇന്ന് വൈകിട്ട് ഗുംതോ വഴി യാത്ര അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കും. ഇറ്റാനഗറിലെ മൈഥുൻ ഗേറ്റിൽ പദയാത്രയിൽ പങ്കെടുത്ത ശേഷം നാളെ ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിൽ തിരിച്ചെത്തും. 24 ഡൽഹി. രാജേന്ദ്ര വേല പറയുന്നു, തുളസീദാസ് മഹർഷിയല്ല, അത് അതുല്യനായ ഭക്തകവി ഗായകൻ, മതാതീതമായി ജനതയെ സ്നേഹിച്ച മഹാൻ എന്ന് പറയുന്നു. ആ തുളസീദാസ് തന്നെയാണോ ഈ സന്ത് തുളസീദാസ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയം തോന്നിയായിരുന്നു. അതൊന്ന് ക്ലാരിഫൈ വരുത്താനായിരുന്നു ചേട്ടാ. പ്രധാനമന്ത്രിയുടെ തമിഴ്നാട് സന്ദർശനം തുടരുന്നു. തിരുച്ചിറപ്പള്ളിയിലെ രംഗനാഥൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു ക്ഷേത്ര ദർശനം. ഉച്ചയ്ക്ക് ശേഷം രാമേശ്വരത്തേക്ക് പ്രധാനമന്ത്രി തിരിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തിയത്. രാവിലെ ചെന്നൈയിൽ നിന്നും തിരുച്ചിറപ്പള്ളിയിലെത്തിയ നരേന്ദ്രമോദി റോഡ് ഷോയായാണ് രംഗനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി 12:30 വരെ ക്ഷേത്രത്തിൽ ചെലവഴിച്ചു. ഉച്ചയ്ക്ക് 2:45 രാമേശ്വരം ക്ഷേത്രത്തിലെത്തുന്ന പ്രധാനമന്ത്രി 6:30 വരെ ക്ഷേത്രത്തിൽ തുടരും. ഇവിടെയും പ്രത്യേക പൂജകളിൽ പങ്കെടുക്കും. നാളെ രാവിലെ 9:30 അരിച്ചാൽ മുനമ്പ് സന്ദർശിക്കുന്ന മോദി 10:30 കോദണ്ഡാരം സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. ഇന്നലെ ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രി ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്തിരുന്നു. നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട രാമനാഥപുരം, തിരുച്ചിറപ്പള്ളി ജില്ലകളിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 24 ചെന്നൈ. ഇപ്പോൾ വരുന്ന വാർത്ത കണ്ണൂർ കണ്ണോത്തുംചാലിൽ വലിയ കവർച്ച എന്നുള്ളതാണ്. കണ്ണോത്തുംചാലിലെ ലൈവ് ഷോർ അപ്പാർട്ട്മെന്റിലാണ് കവർച്ച. 54 പവൻ സ്വർണം കവർന്നു. സ്റ്റാർ ഗോൾഡ് മാനേജിംഗ് പാർട്ണർ നിശ്ചൽ പ്രവീൺ വസന്തിന്റെ ഫ്ളാറ്റിലാണ് മോഷണം. 54 പവൻ സ്വർണ്ണമാണ് കേട്ടോ. ഇപ്പോൾ പുതിയ സ്വർണ്ണവിലയൊക്കെ വെച്ച് കൂട്ടി നോക്കിയാൽ മതി. വലിയ കവർച്ചയാണ്. റിസോർട്ട് കേസിൽ മാത്യു കുഴൽനാടൻ വിജിലൻസിന് മുൻപിൽ ഹാജരായി. ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട പരാതിയിൽ മാത്യു കുഴൽനാടൻ MLA വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. മാത്യു കുഴൽനാടൻ വസ്തു വാങ്ങിയതിലും നികുതി അടച്ചതിലും ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനാണ് പരാതിക്കാരൻ. അന്വേഷണത്തിൽ MLA എന്ന യാതൊരു പരിഗണനയും തനിക്ക് വേണ്ട എന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും MLA പറഞ്ഞു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര മണിക്കൂറുകളായി? എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ചോദ്യം ചെയ്യലിനൊടുവിൽ?
ഹാഷ്മി ഏകദേശം 1.5 മണിക്കൂറായി മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ട് 2023 സെപ്റ്റംബർ 20-നാണ് വിജിലൻസ് ഈ കേസല്ല ഇതിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. ചിന്നക്കനാലിൽ 1 ഏക്കർ 14 സെന്റ് സ്ഥലം അത് മാത്യു കുഴൽനാടൻ വാങ്ങിയത് ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നത് 1,95,00,000 രൂപ എന്നാണ്. എന്നാൽ സത്യവാങ്മൂലത്തിലേക്ക് എത്തുമ്പോൾ അത് 3.5 കോടിയായി മാറുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചാണ് CN മോഹനൻ വിജിലൻസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നത്. മാത്യുവിന് ഈ സ്ഥലം വിറ്റ ആളുകളുടെയും മാത്യുവിന്റെ പാർട്ട്ണർമാരുടെയും മൊഴി നേരത്തെ തന്നെ വിജിലൻസ് എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മാത്യുവിന് നോട്ടീസ് നൽകി ഇപ്പോൾ മൊഴി നൽകാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കാര്യമായ ഡെവലപ്മെന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മറ്റു വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് മാത്യുവിന് നോട്ടീസ് നൽകിയത് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. തനിക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും വേണ്ട, MLA എന്ന തരത്തിൽ ഒരു പരിഗണനയും തനിക്ക് വേണ്ട. പക്ഷേ ഈ കേസിൽ താൻ പൂർണ്ണമായി സഹകരിക്കും. രാഷ്ട്രീയമായി ഇതിൽ ഏതെങ്കിലും തരത്തിൽ പുകമറ സൃഷ്ടിക്കാനാണ് CPM സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കും എന്നാണ് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചത്. തന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല. അന്ന് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്. അതായത് ഈ വസ്തു 3 പേരുടെ പേരിലാണ് വസ്തു ഉള്ളത്. ആദ്യഘട്ടത്തിൽ അമ്മ ഈ സ്ഥലം ഉടമയായ അവരുടെ അമ്മയാണ് ആധാരത്തിന്റെ ഏറ്റവും ഭൂരിഭാഗം ഹോൾഡ് ചെയ്യുന്ന ആള്. അവരുടെ ആധാരമാണ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. ബാക്കി 2 ആധാരങ്ങളും പിന്നീടാണ് രജിസ്റ്റർ ചെയ്തത്. അത്തരത്തിലൊരു സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. അല്ലാതെ ഒരു തരത്തിലുള്ള വീഴ്ചയും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാത്യുവിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഒരു തരത്തിലും ഇതിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ മാത്യു വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. പിന്നീട് മാത്യു വിജിലൻസ് ഡയറക്ടറെ നേരിൽ കണ്ട് തന്റെ മൊഴിയെടുക്കണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആ വിഷയത്തിൽ വിജിലൻസ് ഇതുവരെ ഇടപെട്ടിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ മാസപ്പടി വിവാദത്തിൽ താൻ കോടതിയെ സമീപിക്കുന്നു, അതായത് വീണ വിജയനെതിരെ ഒരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും എന്നുള്ളൊരു സൂചനയും മാത്യു കുഴൽനാടൻ നൽകുന്നുണ്ട്. ഈ റിസോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കൽ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ വിജിലൻസ് DYSPയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത്. ഹാഷ്മി. ഓക്കെ, അവിടെ ചോദ്യം ചെയ്യൽ 2 മണിക്കൂറാവുന്നു, പുരോഗമിക്കുകയാണ് ഇപ്പോഴും. ഒരു പ്രേക്ഷകൻ പറയുന്നു, അനോറ സ്റ്റീവ്, ഹാഷ്മി ഇന്നലെ അവധി എടുത്ത് മുഴുവൻ ദിവസം ഉറങ്ങിയല്ലേ? കൊച്ചി കലക്കണം കേട്ടോ, ഞാനുണ്ടാവും. ഇല്ല കേട്ടോ, ഉറങ്ങിയില്ല. ഞാൻ തൃശ്ശൂർ അല്ല, നമ്മുടെ തിരൂരൊരു കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ അവരുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നു. അതിന് ജില്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായി ഒരു മാധ്യമ സെമിനാർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാധ്യമ സെമിനാറിന് പോയത്, അല്ലാതെ ഉറക്കമൊന്നുമില്ല. ഉറക്കം കുറവാ. വേറൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, എന്താണ്, രഘുനന്ദൻ തിരുമുല്ലവാരം, ഹാഷ്മി ഞാൻ കൊല്ലം കാങ്കത്ത് മുക്കിൽ മനുഷ്യച്ചങ്ങലയിൽ അണിചേരും. രഘുനന്ദൻ തിരുമുല്ലവാരം. ഓക്കെ, അണിയേരിയേട്ടാ. അപ്പോൾ അടുത്തൊരു വാർത്ത പറയുന്നത്, മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRL തമ്മിലുള്ള ഇടപാട് ദുരൂഹമെന്ന് കേരള രജിസ്ട്രാർ ഓഫ് കമ്പനി വിശദാന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ശുപാർശ നൽകി. 2016-17 മുതൽ തുടർച്ചയായ 3 വർഷത്തെ കണക്കാണ് പരിശോധിച്ചത്. വീണയ്ക്കും എക്സാലോജിക്കും പ്രത്യേക പണം നൽകിയെന്നും ഇതിന് പകരമായി പ്രത്യേകിച്ച് ഒരു സേവനവും CMRL നൽകിയിട്ടില്ലെന്നുമാണ് കണ്ടെത്തൽ. കരിമണൽ കമ്പനിയായ CMRL കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയായതിനാലാണ് കേരള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിഷയം പരിശോധിച്ചത്. CMRLന്റെ 2016-17 മുതൽ തുടർച്ചയായി 3 വർഷത്തെ കണക്കുകളും ഇടപാടുകളും പരിശോധിച്ചു. വീണയ്ക്കും എക്സാലോജിക്കിനും പ്രത്യേകമായി പണം നൽകിയതായി കണ്ടെത്തി. 96 ലക്ഷം രൂപ വീണയ്ക്കു മാത്രം നൽകിയിട്ടുണ്ട്. ഇതിന് വീണയോ അവരുടെ കമ്പനിയോ പ്രത്യേകിച്ച് ഒരു സേവനവും CMRLന് നൽകിയിട്ടില്ല. കൃത്യമായ വിവരങ്ങളോ രേഖകളോ നൽകാനായിട്ടില്ല. നൽകിയ വിവരങ്ങൾ അവ്യക്തവുമാണ്. CMRL, KSIDC, എക്സാലോജിക് എന്നീ കമ്പനികളുടെ കണക്കുകൾ പരിശോധിച്ചാലേ സത്യങ്ങളും വസ്തുതകളും ബോധ്യപ്പെടൂ. അതിനാൽ വിശദ അന്വേഷണം വേണമെന്നാണ് കേരള ROCയുടെ ശുപാർശ. അതേസമയം എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കരുതലോടെ നീങ്ങാനാണ് CPIM തീരുമാനം. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുന്ന ROC റിപ്പോർട്ടിനെതിരെ CPIM രാഷ്ട്രീയ പ്രതിരോധം തീർക്കും. 24 തിരുവനന്തപുരം. ഷാരോൺ പറയുന്നു, ഹാഷ്മി ഇതുവരെ ക്യാഷ് കിട്ടിയിട്ടില്ല സ്കൂളിൽ കഞ്ഞി വെക്കുന്നവരെന്ന് പറയുന്നു. ഷാരോൺ എന്താണ് അത്, അങ്ങനെ ഒരു തൊഴിലാളിയാണോ എന്നറിയില്ല, തൊഴിലാളിയുടെ മക്കൾ വല്ലതാണോ എന്നറിയില്ല. എന്തായാലും ഷാരോൺ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതേ സന്ദേശം ഇടുകയാണ്. തുച്ഛമായ പൈസയാണ്, അത് കൊടുക്കണം എന്ന അഭ്യർത്ഥന, കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണം എന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി മുന്നോട്ട് വെക്കുകയാണ്. പല ആവർത്തി പറഞ്ഞതുമാണേ. വയനാട് പരമരത്ത് കൂട്ടമായി കാട്ടാന. വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. മേച്ചേരിയിലെ തോട്ടത്തിലെത്തിയ ആനകളെ ഏറെ പണിപ്പെട്ടാണ് തിരികെ കാട് കയറ്റിയത്. ഏഴാനകളും ഒരു കുട്ടിയാനയും ഇന്നലെ രാത്രി മുതൽ തമ്പടിച്ചത് ജനവാസ കേന്ദ്രത്തോട് ചേർന്ന തോട്ടത്തിൽ. രാവിലെയാണ് വിവരം നാട്ടുകാർ അറിയുന്നത്. ഇതിനു മുന്നേ ഒരു
10 വർഷം മുന്നെയാണ് നമ്മളെ അറിവിൽ അന്നിവിടെ മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ആന നമ്മളെ അറിവിൽ വരുത്തു തുടങ്ങിയത്. അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ആനയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ പ്രദേശത്തായിട്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. മുത്തങ്ങയിൽ നിന്നുള്ള RRT സംഘവും സ്ഥലത്തെത്തി. പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്താനുള്ള ദൗത്യം. 3 ആനകളും കുട്ടിയാനകളും വയലിലൂടെ ചെറുപുഴ കടന്ന് വനത്തിലേക്ക്. 4 ആനകൾ കൂടി തൊട്ടു പിന്നാലെ റോഡ് മുറിച്ച് വയൽ കടന്നുപോയി. ജനങ്ങൾക്ക് ആശ്വാസം. പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മുടെ ക്രാഷ് കാർഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് ഭീതിപൂർണ്ണമല്ലാത്തൊരു ജീവിതം ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് ഫോറസ്റ്റ് അധികൃതരും ഡിപ്പാർട്ട്മെൻറ്റും നല്ല രീതിയിൽ പ്രവർത്തനം സ്പീഡപ്പ് ആക്കിയാൽ മാത്രമേ ഇതിൽ നിന്നൊരു മോചനം ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് തൊട്ടടുത്ത മേഖലയിൽ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നിട്ടുണ്ട്. ഇടയ്ക്ക് കാട്ടാനകൾ എത്താറുണ്ടെങ്കിലും ഇത്ര വലിയ കൂട്ടം ആദ്യമെന്ന് നാട്ടുകാർ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അപ്പോൾ ഈ വനം വന്യജീവി സംഘർഷ വാർത്തകൾക്ക് ഒരു അയവുമില്ല. നമ്മൾ ഇടവേളകളില്ലാതെ വാർത്തകൾ ഇത് കേൾക്കുകയാണ്. എന്താണ് പരിഹാരമെന്ന് മാത്രം ഇപ്പോഴും ആർക്കും അറിയുകയുമില്ല. കരുവന്നൂരിൽ പാർട്ടി വഞ്ചിച്ചെന്ന് മാപ്രാണം സ്വദേശി ജോഷി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാത്തതിനാൽ ദയാവധത്തിന് അനുമതി തേടി മാപ്രാണം സ്വദേശി ജോഷി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചു. CPIM അനുഭാവികളായ നിക്ഷേപകരെ പാർട്ടി നേതൃത്വം വഞ്ചിച്ചു എന്ന് പറയുകയാണ് ജോഷി. 84 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നാണ് ജോഷി അവകാശപ്പെടുന്നത്. പ്രായം 53ആയി. 2 തവണ മസ്തിഷ്കാർബുദം ബാധിച്ച ജോഷി 20ലധികം തവണ ശസ്ത്രക്രിയകൾക്ക് വിധേയനായി. ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ പാടുപെടുകയാണ്. നിക്ഷേപിച്ച തുക തിരികെ ചോദിച്ച് ബാങ്ക് അഡ്മിനിസ്ട്രേറ്ററെ സമീപിച്ചപ്പോൾ മോശം അനുഭവമാണ് ഉണ്ടായതെന്ന് ജോഷി പറയുന്നു. ഞാൻ ജോലി ചെയ്ത് ഇത്ര കാലം ജീവിച്ചത്, ഞാൻ ഒരു പാർട്ടി സ്ഥാനത്തിരിക്കുകയോ ഒരു ജോലി അതുമൂലം നേടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വാഗ്ദാനം ഉണ്ടായിരുന്നു, ഞാൻ വേണ്ടെന്നാണ് പറഞ്ഞത്. ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞത്. ആ ജോലി ചെയ്തുണ്ടാക്കിയ കാശും അതും ഞാൻ 2 കാലം തകർന്ന് കിടന്നതിന് ശേഷം ഉണ്ടാക്കിയ പൈസയാണ്. പിന്നെ എൻ്റെ വീട്ടിലെ അമ്മയുടെയൊക്കെ ഫെഡറൽ ബാങ്കിലുണ്ടായിരുന്ന പൈസയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അതൊക്കെ തിരിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് തരില്ല എന്ന് പറയുന്ന ധിക്കാരവും ധാർഷ്ട്യവും. ഇനി ഞാൻ എന്തിനാ ജീവിക്കണേ? കരുവന്നൂർ സഹകരണ ബാങ്ക് പ്രതിസന്ധിയിലായപ്പോൾ CPIM നേതാക്കൾ പണം പിൻവലിച്ചെന്നും സാധാരണക്കാരെ കൈയൊഴിഞ്ഞെന്നും ജോഷി. നമ്മുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ അവരുടെ അടുത്ത ആളുകളുടെയും ബന്ധുക്കളുടെയും അവരായിട്ട് നിക്ഷേപിച്ച ആൾക്കാരുടെ മുഴുവൻ പണം പിൻവലിച്ചു. ഇവരാണ് ബാങ്കിനെ തകർത്തത്. അത് കഴിഞ്ഞിട്ട് ഇടത് അനുഭവമുള്ള ആളുകളുടെയാണ് ഇവിടുത്തെ 90% നിക്ഷേപങ്ങളും. അവരെ മുഴുവൻ പൊട്ടന്മാരാക്കിക്കൊണ്ട് പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് പാർട്ടി ഓഫീസ് എന്ന് പറയുന്ന പോലെ അയാൾ പ്രവർത്തിക്കുക, ആളുകളെ നിഷേധിക്കുക, പൈസ കൊടുക്കാതിരിക്കുക. പണം തിരികെ ലഭിക്കാൻ കോടതിയെ സമീപിച്ചതോടെ CPIM അനുഭാവിയായ തന്നെ ഒറ്റപ്പെടുത്തിയെന്നും ജോഷി പറയുന്നു. ഇതോടെയാണ് മരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചത്. ജോഷിക്ക് 72 ലക്ഷം രൂപ നൽകാനുണ്ടെന്നാണ് ബാങ്കിന്റെ കണക്ക്. 24 തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി P. രാജീവിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. കളമശ്ശേരിയിലെ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ സ്വാഭാവികം ജലപീരങ്കി പ്രയോഗമുണ്ടായി. അനിൽകുമാർ പറയുകയാണ്, ഈ അധമ മാപ്പറയൊക്കെ നമ്മുടെ മെസ്സേജ് വായിക്കുന്നതിന് നമുക്ക് അപമാനമെന്ന് പറയുകയാണ്. എന്നാൽ കൂടി ആ മെസ്സേജ് അയക്കാനുള്ള ആ മഹാമനസ്കത. നന്ദി അനിൽകുമാർ, 1000 നന്ദി എന്നേ പറയാനുള്ളൂ. താഴെ നിതിൻ പറയുന്നു, നിതിൻ MM, മേനംകുളം തോന്നായ്ക്കലിൽ മനുഷ്യചങ്ങലിൽ അണിചേരും എന്ന് പറയുന്നു. ആ മനുഷ്യചങ്ങൽ അണിചേരുന്ന ഒരുപാട് പ്രേക്ഷകർ അവരെവിടാണ് അണിചേരുക എന്ന് പറയുന്നുണ്ട്. വേറൊരു പ്രേക്ഷകൻ എന്താണ് പറഞ്ഞത്, വായിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, അത് ഇപ്പോൾ കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ആശാബിന് പറഞ്ഞു, ഹാഷ്മി ഇന്നലെ വരേണ്ടതായിരുന്നു. ഹാഷ്മിക്കുള്ള ഒരു ഉപദേശവുമായാണ് SKN ഇന്നലെ രാവിലെ തന്നെ വന്നത്. കേട്ടില്ലെങ്കിൽ അവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ടേ പോകാവൂ. എന്നെ ആശ്രയിച്ചത് എന്നായിരുന്നു അത്? എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ അച്ചടക്ക സമിതി അന്വേഷണം തുടങ്ങി. 5 അംഗ സമിതിയാണ് അന്വേഷണം നടത്തുന്നത്. മഹാരാജാസ് കോളേജിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അച്ചടക്ക സമിതിയുടെ അന്വേഷണം. കോളേജ് കൗൺസിൽ യോഗമാണ് സമിതിയെ നിശ്ചയിച്ചത്. SFI യൂണിറ്റ് സെക്രട്ടറിക്ക് കത്തിക്കുത്തേറ്റ സംഭവത്തോടെയാണ് അടിയന്തര നീക്കം. 5 അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട്
ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുൾപ്പെടെ സമർപ്പിക്കും. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുക. സംഘർഷത്തെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് അടച്ച കോളേജ് വീണ്ടും തുറന്ന ശേഷമാകും മൊഴിയെടുക്കൽ. ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നേക്കും. വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കാനും സാധ്യതയുണ്ട്. കോളേജിനകത്ത് വെച്ച് അധ്യാപകൻ മർദ്ദനത്തിനിരയായതും ഉപസമിതി അന്വേഷിക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. അബ്ദുൽ സലാം പറഞ്ഞു, ആയാഷ്മി, ഞങ്ങൾ പ്രവാസികൾ സീസൺ ടൈമിൽ 4-5 ഇരട്ടി പൈസയാണ് ഫ്ലൈറ്റ് കമ്പനി വാങ്ങുന്നതെന്ന് പറയുകയാണ്. എന്നാൽ ഇത് ആദ്യത്തെ പരാതിയല്ല, ഇതിൽ കാലാകാലങ്ങൾ കേൾക്കുന്നതാണ്. കാട്ടുകൊള്ളയാണ് എന്ന് കാലാകാലം കേൾക്കുന്നതാണ്. ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ അത് കേന്ദ്ര ഇടപെടൽ ആവശ്യമാണ്. അതുണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? കോഴിക്കോട് താമരശ്ശേരി GVHSSൽ റാഗിങ്ങിനിരയായ ഷുഹൈബ് ചികിത്സയിൽ തുടരുന്നു. 10 പേർ ചേർന്നാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ഷുഹൈബ് പറഞ്ഞു. പരാതിയിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി. താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു മാസം മുമ്പ് ഷർട്ടിന്റെ ബട്ടൺ ഇടുന്നതിനെ ചൊല്ലി സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് പുതിയ സംഭവങ്ങൾ. നേരത്തെ നടപടി നേരിട്ട 2ാം വർഷ VHSC വിദ്യാർത്ഥികളും പുറത്തുനിന്നുള്ളവരും ചേർന്നാണ് തന്നെ ആക്രമിച്ചതെന്ന് ഷുഹൈബ് പറഞ്ഞു. +2ലുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള പ്രശ്നത്തിന്റെ ബാക്കി എന്നോണാണ് ഇതുണ്ടായത്. അവർ സ്കൂൾ വിട്ടതിന് ശേഷം കൂട്ടമായിട്ട് വന്ന് മർദ്ദിക്കുകയാണ് ചെയ്തത്. അതിലുള്ള കുറച്ച് കുട്ടികളും അല്ലാണ്ടുള്ള കുട്ടികളും കൂടി. ഇന്നലെയാണ് ആക്രമണമുണ്ടായത്. ഷുഹൈബ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. തോളലിന് പൊട്ടലുണ്ട്. മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ഷുഹൈബിന്റെ പിതാവ് മുഹമ്മദ് അഷ്റഫിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24, കോഴിക്കോട്. ഉച്ചക്കഞ്ഞി വിതരണത്തിനുള്ള അരി അധ്യാപകൻ കടത്തി എന്ന് പരാതി. മലപ്പുറത്ത് സ്കൂളിലെ ഉച്ചക്കഞ്ഞി വിതരണത്തിനുള്ള അരി അധ്യാപകൻ മറച്ചുവിറ്റെന്ന് പരാതി. മറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെതിരെ ദൃശ്യങ്ങൾ സഹിതം പഞ്ചായത്ത് അംഗം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. സ്കൂളിലെ അരി സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും രാത്രി അരിച്ചാക്കുകൾ മറ്റൊരു വാഹനത്തിലേക്ക് കടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സ്കൂളിലെ അധ്യാപകനാണ് അരി കടത്തുന്നത് എന്നാണ് പഞ്ചായത്ത് അംഗം ഹസീനാരുടെ ആരോപണം. ദൃശ്യങ്ങൾ സഹിതം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. നമ്മൾ അവിടുത്തെ പ്രധാന അധ്യാപകരെടുത്തും PTA കമ്മിറ്റി അംഗങ്ങളെടുത്തൊക്കെ ഈ വിഷയം അവതരിപ്പിച്ചിട്ടും അവരെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ ഇത് നിർത്താനുള്ള ഒരു സാഹചര്യങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടായില്ല. അത് കാരണമാണ് ഇവിടുത്തെ രക്ഷിതാക്കളും ടീച്ചേഴ്സും വിദ്യാർത്ഥികളോടും കൂടിയിട്ടാണ് ഈ വീഡിയോ പകർത്തിയിട്ടുള്ളത്. മുട്ട, പാൽ തുടങ്ങിയവയും പലപ്പോഴായി മോഷണം പോയിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. സ്കൂൾ മാനേജറും ഹെഡ്മാസ്റ്ററും ആരോപണം നിഷേധിച്ചു. വിഷയം വാർത്തയായതോടെ വിദ്യാഭ്യാസ വകുപ്പും ന്യൂൺ ഫീൽഡ് ഓഫീസറും അന്വേഷണം തുടങ്ങി. 24, മലപ്പുറം. തൃശൂരിൽ കളം നിറഞ്ഞ് മുന്നണികൾ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം കോൺഗ്രസും BJPയും എന്ന പ്രസ്താവനയിൽ TN പ്രതാപൻ MPയെ വിടാതെ CPIM. TN പ്രതാപൻ BJPക്ക് വേണ്ടി പ്രചാരണം നടത്തുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആരോപിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപുള്ള ചുവരെഴുത്തുകൾക്കെതിരെ കർശന നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നറിയിപ്പും നൽകി. തൃശൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചതിന് പിന്നാലെയാണ് CPMന്റെ വിമർശനം. BJPയും കോൺഗ്രസും ഐക്യത്തിലാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ TN പ്രതാപൻ ഇപ്പോൾ സീറ്റുറപ്പിക്കാൻ വേണ്ടി ചുവരെഴുതുകയാണെന്നും പരിഹാസം. കോൺഗ്രസ് BJP അവര് തമ്മിൽ ഐക്യത്തിലല്ലേ? കോഹ്ലി സഖ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. TN പ്രതാപൻ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നും ചെയ്ത എന്തെങ്കിലും വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാനും CPIM ജില്ലാ സെക്രട്ടറി വെല്ലുവിളിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് TN പ്രതാപന് വോട്ട് തേടി ചുവരെഴുതുന്നതിന് എതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീണ്ടും മുന്നറിയിപ്പ് നൽകി. ഇതിനോടകം എഴുതിയ ചുവരെഴുത്തുകൾ മായ്ക്കും, ആവർത്തിച്ചാൽ കർശന നടപടിയെന്നും താക്കീത്. 24, തൃശൂർ. അപ്പോൾ ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമായ രാഷ്ട്രീയ വാർത്തകൾ പല ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രതീക്ഷിക്കാം. സ്ഥാനാർത്ഥി നിർണ്ണയം, സ്ഥാനാർത്ഥി ചർച്ചകളടക്കം. ഇനിയിപ്പോൾ ഇലക്ഷൻ വാർത്തകളുടെ തിരക്കിൻ്റെ ദിവസങ്ങൾ തുടങ്ങുകയാണ്. ജിബിൻ ജിജി പറഞ്ഞു, ഹാഷ്മി ചേട്ടാ, ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ 2015-18 പഠിച്ചതാണ്. ഒരു സപ്ലൈ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം എക്സാം ഇല്ലായിരുന്നു. ഈ വർഷം അത് മെഴ്സിയാക്കി 8110 ഫീസ് വന്നിരിക്കും ഞങ്ങൾക്ക്. 8000 രൂപയോ? അക്ഷരം തെറ്റിയൊന്നുമല്ലോ അല്ലേ? അല്ല, അക്കങ്ങൾ തെറ്റിയൊന്നുമല്ലോ അല്ലേ? ഷൈജുവാനോട് പറയുന്നു, പണിയില്ലാത്ത ഒരു മെസ്സേജ് അയക്കുമ്പോൾ അത് വായിക്കും. നമ്മൾ വർക്കിൻ്റെ ഇടയിൽ കുറച്ച് മെസ്സേജ് അയക്കും, ഒരു മൈൻഡും ഇല്ല, ഞാൻ പോണു. പക്ഷെ പണങ്ങല്ലേട്ടാ, കാണാത്തോണ്ട, ക്ഷമി.
അപ്പോൾ അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ശൈത്യതരംഗത്തിൽ നിന്ന് മോചനമില്ലാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന സംസ്ഥാനങ്ങൾക്ക് റെഡ് അലർട്ട്. 5 ദിവസം കൂടി ശക്തമായ മൂടൽമഞ്ഞ് തുടരും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഡൽഹിയിൽ 11 ട്രെയിനുകളും നിരവധി വിമാനങ്ങളും വൈകി. വല്ലാത്ത പാടാണ് അവിടെ. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 3 ദിവസം അതിശക്തമായ ശൈത്യമാണ് പ്രവചിക്കുന്നത്. താപനില 2 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഡൽഹിയിലെ ശൈത്യ സാഹചര്യം കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും ഇത്തവണ ശൈത്യതരംഗം ബാധിക്കും. പശ്ചിമ ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ ഇടതൂർന്ന മഞ്ഞിനും സാധ്യതയുണ്ട്. ഡൽഹിയിലെ ഉയർന്ന താപനില 17 ഡിഗ്രി സെൽഷ്യസ് ആണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഹരിയാനയിലെ 14 ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ മൂടൽമഞ്ഞിനോടൊപ്പം പുകമഞ്ഞും രൂക്ഷമായതോടെ ട്രെയിൻ വ്യോമഗതാഗതത്തെ ഇന്നും സാരമായി ബാധിച്ചു. സ്കൂളുകളിൽ ഏർപ്പെടുത്തിയ സമയക്രമം ഇപ്പോഴും തുടരുകയാണ്. വായു മലിനീകരണം 380 മുകളിൽ തുടരുന്നു. ശൈത്യവും വായു മലിനീകരണവും രൂക്ഷമായതോടെ പല ആളുകളിലും ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തു. 24 ഡൽഹി. അപ്പോൾ അതാണ് അവിടെ തണുപ്പ് മാത്രമല്ല, നേരത്തെ നമ്മൾ പറയുന്ന പോലെ കടുത്ത മലിനീകരണമുണ്ട്. സ്മോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു പ്രത്യേക പ്രതിഭാസമൊക്കെ അവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. സത്യം പറഞ്ഞാൽ അതിനൊരു പരിഹാരമില്ലാത്ത വലിയ കഷ്ടമായി തുടരുകയാണ് അവിടെ. അരുൺ കൃഷ്ണ, ഹായ് ആഷ്മി, ഫാൻ ഫ്രം ജർമ്മനി. ഞാൻ ചായ കുടിച്ചുകൊണ്ട് ആഷ്മിയുടെ ന്യൂസ് കാണുന്നു. ഇവിടെ സമയം 9:20 ആവുന്നേ ഉള്ളൂ. ഹായ് അരുൺ. വികാസ് സോമൻ, ഹാഷ്മി ബ്രോ, ആഫ്രിക്കയിൽ നിന്ന് ഹായ്. സൗത്ത് സുഡാനിലാണ്. അപ്പോൾ സുഡാനും ജർമ്മനിക്കൊക്കെ ഹായ് ഹായ് ഹായ്. CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിനെതിരെ വീണ്ടും സാമ്പത്തിക തട്ടിപ്പാരോപണം. ഹോർട്ടികോർപ്പ് ഇടപാടിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് 45 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയുടെ പരാതി. പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള ഇടപെടൽ മാത്രമാണ് നടത്തിയതെന്നും പി രാജു പ്രതികരിച്ചു. സാമ്പത്തിക തിരിമറിയുടെ പേരിൽ CPI മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിനെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുത്തതിന് പിന്നാലെയാണ് പുതിയ പരാതി. ഹോർട്ടികോർപ്പ് ഇടപാടിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് 45 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാരോപിച്ച് കൊടുങ്ങല്ലൂർ സ്വദേശി പാലാരിവട്ടം പോലീസിനെ സമീപിച്ചു. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് പി രാജു പുതിയ കാർ വാങ്ങിയെന്ന പരാതിയിൽ പറയുന്നു. രാജുവിന്റെ ഡ്രൈവർ ധനീഷ്, സഹായികളായ വിദുൽ ശങ്കർ, CV സായി എന്നിവരും തട്ടിപ്പിന് കൂട്ടുനിന്നതായി ആരോപണമുണ്ട്. പരാതി ലഭിച്ചെന്നും പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് പാലാരിവട്ടം CI അറിയിച്ചു. പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ തനിക്ക് ലഭിച്ച ഒരു പരാതിയിൽ ഇടപെടുക മാത്രമാണ് ചെയ്തതെന്നാണ് രാജുവിന്റെ വിശദീകരണം. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. അപ്പോൾ അതാണ് ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ കൂടെ വരുന്നുണ്ട്. അപ്പോൾ പാർട്ടി നേതൃത്വം വിശദമാക്കട്ടെ, നടപടി വേണമെങ്കിൽ നടപടി സ്വീകരിക്കട്ടെ. വികാസ് സോമൻ, ഹാഷ്മിയോട് ക്ഷമിച്ചില്ലെങ്കിൽ ആരോട് ക്ഷമിക്കാമെന്ന് ചോദിക്കുകയാണ്. ലവ് യു വികാസ്. ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി, 3 പേർക്ക് പരിക്കേറ്റു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ നടന്ന പോലീസ് നടപടിക്കെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മനീഷ് മഹിപ്പാൽ വിവരങ്ങൾ വച്ചിരുന്നു. മനീഷ്, ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായോ? ഹാഷ്മി, ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായി. നേരത്തെ 1 മണിയോടുകൂടിയാണ് ഈ മാർച്ച് നടന്നത്. നേരത്തെ ആലപ്പുഴയിൽ കഴിഞ്ഞ ആഴ്ചയാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ വലിയ പോലീസ് അതിക്രമം ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹരിപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തിയ സമയത്ത് ബാരിക്കേഡ് കടന്ന് അകത്തേക്ക് കയറിയ ചില പ്രവർത്തകരെ ഏതാനും ചില പോലീസുകാർ അസഭ്യം പറയുകയും പിടിച്ചു തള്ളുകയും ചെയ്തിരുന്നു. പിന്നീട് മടങ്ങിപ്പോയ പ്രവർത്തകർ പിന്നീട് നേതാക്കളുമായി എത്തി വീണ്ടും അവിടേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് മാർച്ച് ചെയ്യുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് പോലീസ് പിന്നീട് ഇവർക്ക് നേരെ ലാത്തി വീശിയത്. അതിൽ നിലവിൽ 7 പേർക്കോളം പരിക്കുണ്ട്. 3 പേരെയാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ, ഒരു വനിതാ പ്രവർത്തക അടക്കം 7 പേർക്ക് പരിക്കേറ്റു. 3 പേരെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച ആലപ്പുഴ നഗരത്തിൽ കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MB പ്രവീൺ അടക്കം 16 പേർക്ക് പരിക്കേറ്റിരുന്നു. MB പ്രവീണിന്റെ തലയ്ക്ക് 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്തിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും പിന്നീട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മേഘ രഞ്ജിത്തിന് ഇനി ചിലപ്പോൾ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ഇനി വിദഗ്ധ ചികിത്സയുടെ ഭാഗമായി വേണ്ടി വരുമെന്ന സ്ഥിതിയാണ്. ഇതിലൊക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് ഹരിപ്പാട് മണ്ഡലം കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചതും അതും പ്രവർത്തകർ ബാരിക്കേഡ് കടന്നതും പോലീസിന് നേരെ എത്തിയതും ഒക്കെ തന്നെയാണ് പോലീസിനെ പ്രകോപിപ്പിച്ചതും. പിന്നീട് പോലീസ് ഇവർക്ക് നേരെ ലാത്തി വീശുകയും 3 പ്രവർത്തകർക്ക് നിലവിൽ പരിക്കേറ്റ് ആശുപത്രിയിലാവുകയും ചെയ്തിട്ടുള്ളത്. ഹാഷ്മി. എസ് മനീഷ് മഹിബാലാണ്. യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടയിലാണ് സംഘർഷമുണ്ടായത്. 3 പ്രവർത്തകർക്ക് പരിക്കുണ്ട്. അതിൻ്റെ വാർത്തകളാണ് മനീഷ് നൽകിയത്. അതാ ഇപ്പോൾ വരുന്ന വാർത്ത, സ്കൂട്ടറിൽ മിനി ലോറി ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം എന്നുള്ളതാണ്. കാസർഗോഡ് മുള്ളേരിയിലാണ് അപകടം. ആദൂർ CA നഗർ സ്വദേശി റയീസ് അൻവർ, 18 വയസ്സേ ഉള്ളൂ, ആണ്
മരിച്ചത് സങ്കടകരമാണ്. സുകന്യ ഹാഷ്മി സാർ, പ്രോഗ്രാം ഒന്ന് കാണാൻ ബുക്കിംഗ് ഉണ്ടോ എന്നറിയാൻ കുറേയായി മെസ്സേജ് അയക്കുന്നു, ഒന്ന് റിപ്ലൈ തരും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സമ്മേളനമാണ്. സംസ്ഥാന സമ്മേളനത്തിന് ബുക്കിംഗ് ഉണ്ട്. നമ്മളൊരു നമ്പർ കൂടെ ഞാൻ ആ നമ്പർ ഒന്നുകൂടെ പ്ലേ ചെയ്യാൻ ശ്രമിക്കാം. കൂടെ കൊടുക്കാറുണ്ട് നമ്പർ. ആ നമ്പറിൽ വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ QR കോഡ് ഉണ്ട്, അതിൽ ഒന്ന് സ്കാൻ ചെയ്യുക. അങ്ങനെ ബുക്കിംഗ് ഉണ്ട്. വയനാട് പാറവയൽ കോളനിയിലെ വിശ്വനാഥിന്റെ ദുരൂഹമരണം സംബന്ധിച്ച് അന്വേഷണം അവസാനിപ്പിച്ച ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ കുടുംബം. വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് സഹോദരൻ വിനോദ് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ താൻ അന്വേഷണം അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും കുടുംബം ആരോപിച്ചു. മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആക്ഷൻ കൗൺസിലും ആവശ്യപ്പെട്ടു. വിശ്വനാഥിൻ്റേത് വ്യക്തിപരമായ കാരണങ്ങളാലുള്ള ആത്മഹത്യയെന്ന് ക്രൈംബ്രാഞ്ച് തീർപ്പ് കൽപ്പിച്ച് അന്വേഷണം അവസാനിപ്പിച്ചതോടെയാണ് കുടുംബം അതൃപ്തിയുമായി രംഗത്ത് വന്നത്. വിശ്വനാഥിനെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് സഹോദരൻ വിനോദ് പറഞ്ഞു. തുടക്കം മുതൽ പോലീസ് കേസ് അട്ടിമറിക്കാനാണ് ശ്രമിച്ചത്. നിയമ നടപടി തുടരും. മിസ്സിംഗ് പരാതി കൊടുക്കാൻ പോയപ്പോൾ തന്നെ അവർ മോശമായ രീതിയിലാണ് പെരുമാറിയത്. അവർ എന്താ ലോക്കൽ പോയി എഴുതി വെച്ചിട്ടുണ്ട്, അന്വേഷണം അങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അതേ അന്വേഷണം നടത്തി ഒരു കേസ് അവസാനിപ്പിച്ചത് പറഞ്ഞിട്ടാണ് എനിക്കൊരു കത്ത് വന്നത്. വിശ്വനാഥിന്റെ മരണം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ നിലപാട്. മറ്റൊരു ഏജൻസി അന്വേഷിക്കുകയോ ജുഡീഷ്യൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയോ മറ്റൊരു സമിതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വിശ്വനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയുടെ പ്രസവത്തിനായി മെഡിക്കൽ കോളേജിൽ എത്തിയതായിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. 24 വയനാട്. കണ്ണൂർ കണ്ണോത്തുംചാലിൽ വലിയ കവർച്ച. ലൈഫ് ഷോർ അപ്പാർട്ട്മെന്റിൽ നിന്ന് 17 പവൻ കവർന്നു. സ്റ്റാർ ഗോൾഡ് മാനേജിംഗ് പാർട്ണർ നിശ്ചൽ പ്രവീൺ വസന്തിന്റെ ഫ്ളാറ്റിലാണ് മോഷണം നടന്നത്. സജോ ദേവസ്വം ചെയ്യുന്നു. സജോ ദേവസ്വം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ ഉച്ചയ്ക്കാണ് കണ്ണൂർ കണ്ണോത്തുംചാലിലെ ലൈഫ് ഷോർ എന്ന അപ്പാർട്ട്മെന്റിൽ കവർച്ച നടന്നത്. ആ സമയത്ത് വീട്ടിൽ ഈ ഫ്ളാറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. ഫ്ളാറ്റ് ഉടമ പ്രവീൺ നമ്മളോടൊപ്പം ചേരുകയാണ്. എത്ര പവൻ നഷ്ടമായി? 17 പവനും സ്വർണം 54 രൂപ ക്യാഷും പോയിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല? വീട് അടച്ചിരിക്കുകയാണ്. ഏകദേശം എത്ര സമയത്തോടുകൂടി നടന്നിട്ടുണ്ടാവുക? അത് നമ്മൾ 5:30 മണിക്ക് വൈകിട്ട് 5:30 മണിക്ക് തിരിച്ച് വന്നപ്പോൾ അറിയുന്നത് 12 മണിക്ക് നമ്മൾ ഇവിടുന്ന് 12 മണിക്ക് ഇവിടുന്ന് നമ്മൾ ഷോപ്പിലേക്ക് പോയതാണ്. തിരിച്ചു വന്നത് 5:30ക്കാണ്. 5:30ക്ക് വന്ന സമയത്താണ് നമ്മൾ കാണുന്നത് പൂട്ടെല്ലാം പൊളിച്ചിട്ട് എല്ലാം ഡോറിന് പറ്റിയ തുണിയെല്ലാം ഇങ്ങനെ പറക്കിയിട്ടിട്ട് ഇങ്ങനെ. അന്നേരം തന്നെ നമ്മൾ പോലീസിനെ അറിയിച്ചിന്. പോലീസ് അന്നേരം തന്നെ 10 മിനിറ്റ് കൊണ്ട് പോലീസ് വന്ന്. പിന്നെ അറിയുന്ന ആള് അങ്ങനെ എനിക്ക് ഡൗട്ട് ആരോട് നമ്മൾ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഈ കള്ളന്മാർ ഇപ്പോൾ പേരിട്ടുണ്ട്. 2 വീടാ മോശം വീട്ടിലും കയറിയിട്ടുണ്ട്. അവിടെ ഒന്നും പോയിട്ടില്ല. അതാണ് പ്രവീൺ എന്ന ഈ ഫ്ലാറ്റ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. പ്രവീണാണ് നമ്മളോടൊപ്പം ചേർന്നത്. അദ്ദേഹം സ്റ്റാർ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ജ്വല്ലറി നടത്തുന്നത്. ഏതാണ്ട് പട്ടാപ്പകലാണ് ഈ കവർച്ച നടന്നിരിക്കുന്നതെന്നാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അതിനുശേഷം ഇവിടെ എത്തി ഈ അലമാര, ഈ ഷെൽഫ് പൊളിച്ചു. അതിനുശേഷം ഇവിടെയുള്ള വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ച് നിലത്തിട്ടിട്ടുണ്ട്. ഷെൽഫ് പൊളിച്ച് ഇതിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ്. മറ്റ് ഗോൾഡ് കൂടി ഇദ്ദേഹം ജ്വല്ലറി നടത്തുന്ന ആളെ മാനേജിംഗ് പാർട്ണർ ആയതുകൊണ്ട് സ്റ്റാർ ഗോൾഡ് എന്ന ജ്വല്ലറിയുടെ മാനേജിംഗ് പാർട്ണറാണ്. അതുകൊണ്ട് കൂടുതൽ സ്വർണവും സൂക്ഷിച്ചിരുന്നു. അത് പക്ഷേ ഈ മോഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മോഷണം നടത്തിയത് ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളുകളാണോ എന്ന് വ്യക്തതയില്ല. ഏതായാലും മോഷ്ടാവ് അല്ലെങ്കിൽ മോഷ്ടാക്കൾ ഉച്ചയോടുകൂടിയാണ് ഈ ഫ്ളാറ്റിലേക്ക് എത്തിയത്. ഡോറ് തകർത്ത് അകത്ത് കിടന്നത്. ആളില്ല എന്ന് മനസ്സിലാക്കി കൃത്യമായി കാര്യങ്ങൾ അവർക്ക് അറിയാമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പോലീസ് വിശദമായ ടൗൺ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. അതേസമയം വിശദമായ അന്വേഷണത്തിലേക്ക് അവർ കടക്കുന്നതേ ഉള്ളൂ. ഇവിടെയുള്ള പരിശോധനകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ഫ്ളാറ്റിൽ മോഷണ ശ്രമം നടത്തിയെങ്കിലും അവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വിലപിടിപ്പുള്ളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നട്ടുച്ചയ്ക്കാണ് ഈ കവർച്ച നടന്നത് എന്നതാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നത്. കൃത്യമായി ഈ ലൊക്കേഷൻ പഠിച്ച് മനസ്സിലാക്കിയാണ് അവർ ഈ മോഷണം നടത്തിയത് എന്ന് ഇവിടെ നിരീക്ഷിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യ, 24 കണ്ണൂർ. ലോക ടെലിവിഷനിൽ പുതുചരിത്രം. 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. 24ന്റെ പ്രിയ അവതാരകരും കലാകാരന്മാരും ഫ്ലവേഴ്സ് ജനപ്രിയ താരങ്ങളും അണിനിരക്കുന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം ജനുവരി 28 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. 24ന്റെ പ്രേക്ഷക സമ്മേളനത്തിന്റെ ഭാഗമാകാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഉടൻ തന്നെ QR കോഡ് സ്കാൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും കോൺടാക്ട് 6235968630. ഇമെയിൽ ID 24connect@24news.com. അപ്പോൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് ചോദിച്ചാൽ സുകന്യക്കൊക്കെ ആ ഒരു സംശയ നിവൃത്തി ഉണ്ടാകും എന്ന് കരുതുകയാണ് കേട്ടോ ആ പ്രമോയിലൂടെ. നമ്മൾ ഒരു മോഷണ വാർത്തയ്ക്ക് ശേഷമാണ് പ്രമോയിലേക്ക് പോയത്. അടുത്തത് മൊബൈൽ കട പൊളിച്ച് മോഷണം എന്നുള്ള അടുത്ത വാർത്ത. മോഷണം നടന്നത് മലപ്പുറം കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലെ മൊബൈൽ ഷോപ്പിലാണ്. കർണാടക സ്വദേശികൾ പിടിയിലായിട്ടുണ്ട്.
കവർന്ന് 4 ലക്ഷത്തോളം രൂപ വില വരുന്ന മൊബൈലുകൾ കർണാടക ചിക്ബല്ലാപുരം സ്വദേശി ഹരീഷ, മടിക്കേരി കക്കേരി സ്വദേശി മോഹൻകുമാർ എന്നിവരാണ് കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായതെന്ന് പറയുന്നു. മലപ്പുറം മഞ്ചേരി പന്തല്ലൂരിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ഭർത്തൃപിതാവ് അറസ്റ്റിൽ. പന്തല്ലൂർ കിഴക്കുപറമ്പ് സ്വദേശി അബൂബക്കറാണ് പിടിയിലായത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് നടപടി. വ്യാഴാഴ്ച രാത്രി 9 മണിക്കാണ് മഞ്ചേരി വെള്ളില സ്വദേശിയായ 25-കാരി തഹദിലയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്തൃപിതാവ് അബൂബക്കർ മാനസികമായും ശാരീരികമായും യുവതിയെ പീഡിപ്പിച്ചിരുന്നു എന്നാരോപിച്ച് തഹദിലയുടെ ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് 61-കാരനായ അബൂബക്കറിനെ പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 10 വർഷം മുൻപായിരുന്നു തഹദിലയുടെയും അബൂബക്കറിന്റെ മകൻ നിസാറിന്റെയും വിവാഹം. 9 വർഷമായി ഭർത്തൃവീട്ടിൽ ക്രൂരപീഡനമാണ് തഹലിയ നേരിട്ടത് എന്ന് കുടുംബം. പലപ്പോഴായി ഒത്തുതീർപ്പിലെത്തിയാണ് തഹലിയ ഭർത്തൃവീട്ടിൽ കഴിഞ്ഞത്. 2 വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ 4 മക്കളുണ്ട് നിസാർ തഹദില ദമ്പതികൾക്ക്. 24 മലപ്പുറം. പ്ലാസർ ജോസഫ് പറയുന്നു, ആഷ്മി സംസ്ഥാന സമ്മേളനം നടക്കുന്ന കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് നോർത്തിൽ നിന്ന് 80 രൂപ കൊടുക്കണം. ആഷ്മി പറഞ്ഞത് മിനിമം ചാർജ് എന്നാണ്. ഇല്ലില്ല, ഞാൻ പറഞ്ഞത് സൗത്തിലെ കാര്യമാണ്. നോർത്തിൽ നിന്ന് 80-100 വരെ കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പരമാവധി ഇറങ്ങാൻ പറ്റുന്ന സൗത്തിൽ ഇറങ്ങിയാൽ വേണമെന്നുണ്ടെങ്കിൽ നടന്നു വരാൻ ദൂരേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഓട്ടോ പോലും വിളിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് ശബരിമലയ്ക്ക് പോയ വയോധികൻ ഈ നമ്പർ 6235968630 6235968630 ഈ നമ്പറിൽ വിളിക്കുക, രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ 1-2 ഒരു 3-4 പ്രാവശ്യത്തോട് ചോദിച്ചായിരുന്നു ഈ നമ്പർ. അതുകൊണ്ട് ഒന്നുകൂടി കൂടി കാണിക്കുകയാണ്. ശബരിമലയ്ക്ക് പോയ വയോധികനെ 20 ദിവസമായി കാണാനിരുന്നു പരാതി. കോഴിക്കോട് ഈയാട് കപ്രം സ്വദേശി മൂത്തോറിനെയാണ് കാണാതായത്. സന്നിധാനത്ത് വെച്ചാണ് മൂത്താറൻ കൂട്ടം തെറ്റിയത്. ഡിസംബർ 29-നാണ് മൂത്തോറനും ഭാര്യയും ഉൾപ്പെട്ട 33-അംഗ സംഘം ശബരിമല ദർശനത്തിന് ബാലുശ്ശേരി ഈയാട് നിന്ന് പോയത്. ജനുവരി 1-ന് ശബരിമലയിൽ എത്തി. സന്നിധാനത്തെ തിക്കിലും തിരക്കിലും പെട്ട് മൂത്തോറിനെ കാണാതായി. ബന്ധുക്കൾ സന്നിധാനത്തും പമ്പയിലും തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പമ്പ പോലീസിലും ബാലുശ്ശേരി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ശബരിമല 29-ാം തീയതി തൊട്ട് മലയ്ക്ക് പോയത് അച്ഛൻ. അപ്പോൾ ജനുവരി 1-ാം തീയതി തൊട്ട് സന്നിധാനത്ത് നിന്ന് അച്ഛനെ കാണാണ്ടായി. അപ്പോൾ ആടെ പരാതി കൊടുത്ത് സന്നിധാനത്തോ പമ്പയിലോ ഒക്കെ പരാതി കൊടുത്ത് യാതൊരു വിവരവുമില്ല. ഇന്നേക്ക് 19 ദിവസമായി അച്ഛനെ കാണാണ്ട്. ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ പമ്പ സ്റ്റേഷനിൽ ബന്ധപ്പെടാനാണ് പോലീസുകാർ പറയുന്നത് എന്ന് കുടുംബം പറഞ്ഞു. മൂത്തോറിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. 24 കോഴിക്കോട്. ഒരു പ്രശ്നം പറഞ്ഞു. ഹായ് ആഷ്മി ഫ്രം നോക്സ്വില്ല, തമിഴ്നാട്. നാട്ടിൽ വരുമ്പോൾ ആഷ്മിക്ക് ഒരു ചായ മേടിച്ചു തരാൻ ആഗ്രഹമുണ്ട്. യുവർ 24 എൻകൗണ്ടേഴ്സ്. രാഹുൽ ധൈര്യമായിട്ടോ, ഞാൻ ചായക്കൊപ്പം പഴംപൊരിയും ഉഴുന്നോടെയും മേടിച്ചു. രാഹുൽ ധൈര്യമായിട്ടോ. യമനിലെ ഹൂതി താവളങ്ങൾക്ക് നേരെ അമേരിക്കൻ ആക്രമണം തുടരുന്നു. വടക്കൻ ഗസയ്ക്കുള്ള 70% മാനുഷിക സഹായ ദൗത്യങ്ങളും ഇസ്രായേൽ നിരസിച്ചതായി UN അറിയിച്ചു. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാനും ഇറാനും നയതന്ത്ര ബന്ധം പൂർവ്വസ്ഥിതിയിലാക്കാൻ ധാരണയിലെത്തി. ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് യമനിലെ ഹൂതി താവളങ്ങൾക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണം. ഹൂതികൾ ചെങ്കടലിലെ ആക്രമണം അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. വടക്കൻ ഗസയ്ക്കുള്ള 70% സഹായവും ഇസ്രായേൽ നിഷേധിച്ചതായി UN വ്യക്തമാക്കി. ജനുവരി ആദ്യ പകുതിയിൽ വടക്കൻ ഗസ മുനമ്പിലേക്കുള്ള 29 മാനുഷിക സഹായ ദൗത്യങ്ങളിൽ 7 മാത്രമാണ് ഇസ്രായേൽ അംഗീകരിച്ചത്. 95% ഇന്ധന മരുന്ന് വിതരണ ശ്രമങ്ങളും നിരസിച്ചുവെന്ന് UN വ്യക്തമാക്കി. ലെബനൻ അതിർത്തിയിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ തുടർന്നാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിഡൻസ് ഇൻ ഇറാഖ് അമേരിക്കൻ ആളില്ലാ വിമാനം വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ തുടർന്നുണ്ടായ നയതന്ത്ര തർക്കം പരിഹരിക്കാൻ പാകിസ്ഥാനും ഇറാനും തമ്മിൽ ധാരണയായി. പാക് വിദേശകാര്യമന്ത്രി ജലീൽ അബ്ബാസ് ഗിലാനിയും ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് സംഘർഷം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അവിടെ നമ്മുടെ അസമിലെ ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരെയുണ്ടായ കല്ലേറ് അക്രമത്തിൽ പിന്നിൽ യുവമോർച്ച പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ്. സംഭവത്തെ അപലപിക്കുന്നു മല്ലികാർജ്ജുൻ ഖർഗെ. രോഹിണി മനോജ് പറഞ്ഞു, ഞാൻ മെസ്സേജ് അയച്ചു മടുത്തു. ഞാൻ എൻ്റെ മക്കൾക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ട് അവർ എന്നെ കളിയാക്കാൻ തുടങ്ങി. മക്കൾ നൈനിക നൈതിക് എന്ന് പറയുകയാണ്. അമ്മമാരെ കളിയാക്കൂടാ, എന്നാലും ഹായ് നൈനിക, ഹായ് നൈതിക്. ഒരു പ്രേക്ഷകൻ പറയും. ദിനേശ് ഹരിപ്പാട്, ആഷ്മി 1965 ഇൻഡോ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് കെ രാജപ്പന് ആലപ്പുഴ സൈനിക കൂട്ടായ്മ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ നേതൃത്വത്തിൽ ജന്മനാടായ തൃക്കുന്നപ്പുഴയിൽ സ്മൃതി മണ്ഡപം ഉയരുന്നു. ജനുവരി 26 സമർപ്പണം. ദിനേശ് ഹരിപ്പാട് പറയുകയാണ്. ഓക്കെ. കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലെ 2 ബോഗികൾ
ഷണ്ടിങ്ങിനിടെ പാളം തെറ്റി. പുലർച്ചെ 5 മണിയോടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു അപകടം. സർവീസിനായി പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുന്നതിനിടയിലാണ് പിൻഭാഗത്തെ 2 കോച്ചുകൾ പാളം തെറ്റി മാറിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഏറ്റവും പിൻഭാഗത്തെ 2 ബോഗികൾ പാളത്തിൽ നിന്ന് തെന്നിമാറി. ബോഗികൾ ഇടിച്ച് ഒരു സിഗ്നൽ ബോക്സും മതിലും തകർന്നു. അപകട സമയത്ത് ട്രെയിനിൽ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. പ്രധാന ട്രാക്കിലെ ട്രെയിൻ സർവീസുകളെ അപകടം ബാധിച്ചില്ല. പാളം തെറ്റിയ കോച്ചുകൾ ഒഴിവാക്കി 1.5 മണിക്കൂറിന് ശേഷം ട്രെയിൻ സർവീസ് നടത്തി. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ പാളം തെറ്റിയ ബോഗികൾ ട്രാക്കിലാക്കി. അപകട കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ വ്യക്തമാക്കി. 24 കണ്ണൂർ. ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരെ ലക്കിപ്പൂരിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ യുവമോർച്ച എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആക്രമണത്തിൽ പിന്നിലെന്ന് പറയുന്നു PCC അധ്യക്ഷൻ ഭൂപേൻ കുമാർ ബൊറ. കോൺഗ്രസിന് ഹിമന്ത ഭയപ്പെടുകയാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഉറപ്പായും അത് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വരും ആ സംഭവം എന്ന കാര്യത്തിൽ തർക്കവുമില്ല. മലപ്പുറം ചങ്ങരംകുളത്ത് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയവർക്കെതിരെ കേസ്. മുക്കുതല കണ്ണേങ്കാവ് പൂരത്തോട് അനുബന്ധിച്ചാണ് വെടിക്കെട്ട് നടത്തിയത്. അനുമതിയില്ലാതെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനും ആളപായമുണ്ടാകും വിധം അത് ഉപയോഗിച്ചതിനുമാണ് കേസ്. ഉത്സവത്തിന്റെ ഭാഗമായി വടക്കുമുറി ദേശം, കാഞ്ഞിയൂർ ദേശം, പിടവാനൂർ ദേശം എന്നീ 3 ടീമുകളാണ് വെടിക്കെട്ട് നടത്തിയത്. 3 ദേശങ്ങളിലെയും ഓരോ അംഗങ്ങൾക്കെതിരെയും വെടിക്കെട്ടിന് അനുമതി നൽകിയ ക്ഷേത്ര കമ്മിറ്റി അംഗത്തിനെതിരെയുമാണ് കേസ്. വെടിക്കെട്ട് കാണാനായി മറ്റു ജില്ലകളിൽ നിന്നടക്കം നിരവധി ആളുകളാണ് മൂക്കുതല കണ്ണേങ്കാവ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ വെടിക്കെട്ടിനായി ക്ഷേത്ര ജീവനക്കാർ അനുമതി തേടിയിരുന്നെങ്കിലും പോലീസ് അനുമതി നൽകിയിരുന്നില്ല. ഇന്ത്യൻ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റവാളികൾക്ക് 6 മാസം വരെ തടവ് ലഭിക്കും. 24 മലപ്പുറം. കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി വസീം തൊണ്ടിക്കോടൻ വിദേശത്തേക്ക് കടന്നു. കേസന്വേഷണത്തിന് പോലീസ് പ്രത്യേക സംഘം രൂപീകരിക്കും. സ്വിസ് ബാങ്ക് തട്ടിപ്പിൽ പരാതിക്കാരുടെ എണ്ണം കൂടുകയാണ്. കേസിന്റെ വ്യാപ്തിയും വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നത്. മുഖ്യപ്രതി വസീം വിദേശത്ത് ഒളിവിലാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് നിലവിൽ നടക്കാവ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. ടി സിദ്ദിഖ് MLAയുടെ ഭാര്യ ഷറഫുന്നിസ നിലവിൽ 4ാം പ്രതിയാണ്. സ്ഥാപനത്തിന്റെ നടക്കാവ് ബ്രാഞ്ചിൽ നടത്തിയ റെയ്ഡിൽ ഹാർഡ് ഡിസ്കുകളും രജിസ്റ്ററുകളും പിടിച്ചെടുത്തു. എന്നാൽ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സ്വിസ് ബാങ്ക് ഓഫീസുകളിൽ പരിശോധന തുടരും. മണി ചെയിൻ മോഡലിൽ ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. 3000 പേരിൽ നിന്നായി 20 കോടിയാണ് കമ്പനി നിക്ഷേപമായി സ്വീകരിച്ചത്. 24 കോഴിക്കോട്. തമിഴ്നാട് തഞ്ചാവൂരിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് 4 പേർ മരിച്ചു. അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. തഞ്ചാവൂർ ചെറുപാവ സത്രത്തിനടുത്ത് ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. തൂത്തുക്കുടി സ്വദേശികളായ റാണി, ഭാഗ്യരാജ്, ചിന്നപ്പാണ്ടി, ജ്ഞാനമ്മാൾ എന്നിവരാണ് മരിച്ചത്. വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥാടനത്തിനായി പുറപ്പെട്ടതായിരുന്നു സംഘം. 7 വയസ്സുകാരൻ സന്തോഷ് സെൽവം, മരിയ സെൽവരാജ്, ഫാത്തിമ മേരി, സരസ്വതി, ഗണപതി, ലത, ഷൺമുഖത എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ ചെറുപാവ സത്രത്തിനടുത്തെത്തിയപ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് സുരക്ഷാ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 3 പേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിലുമാണ് മരിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 24 ചെന്നൈ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ചെറുചെറാടി പറയുന്നു, സ്വിസ് ബാങ്ക് എന്ന ഉടായ്പ് പേരിൽ നാട്ടുകാരുടെ പണം കബളിപ്പിച്ച് പട്ടാപ്പകൽ ബിസിനസ് ചെയ്യുന്ന കാര്യം പോലീസോ ബന്ധപ്പെട്ട മറ്റുള്ളവരോ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഇവിടെ ഭയങ്കര ഇന്റലിജൻസ് ഉണ്ടെന്നാണ് പറച്ചിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുപോലുള്ള എത്ര സംവിധാനങ്ങൾ ഇപ്പോഴും എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ദൈവത്തിനെല്ലാം ആർക്കറിയാം ചേട്ടാ. അസമിൽ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ ആക്രമണം നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്തയാണ്. ബൽറാം നുരുങ്ങാടിച്ചിരുന്നു. ബൽറാം, സംഭവത്തിന് പിന്നിൽ എന്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കോൺഗ്രസിന്റെ ആരോപണം എന്താണ്? ദൃശ്യങ്ങളടക്കം പുറത്തുവിടുകയാണോ കോൺഗ്രസ്? ബൽറാം.
ഹഷ്മി, ഇന്നലെ രാത്രി ലക്കിംപൂരിൽ വെച്ച് ഭാരത് ജോഡോ യാത്രയുടെ ഈ ബാനറുകളും പോസ്റ്ററുകളുമായി പോയ ട്രക്കുകൾക്ക് നേരെ ആക്രമണമുണ്ടായതിൻ്റെ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വാഹനങ്ങളെ ചിലർ വളയുന്നതായും ആക്രമിക്കുന്നതായും ഈ ദൃശ്യങ്ങളിൽ ഉണ്ട്. ഒപ്പം തന്നെ ഈ യാത്രയുടെ വാഹനങ്ങൾക്ക് നേരെ വ്യാപകമായി കല്ലേറുണ്ടായി ലക്കിംപൂരിൽ വെച്ച് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നിൽ BJPയുടെ യുവമോർച്ച പ്രവർത്തകരാണ് എന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇവർ ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടുന്നത് എന്നുമാണ് കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ ഭൂപേൻ കുമാർ ബോറ ആരോപിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭാരത് ജോഡോ ന്യായ യാത്രയിലെ ജനപങ്കാളിത്തം കണ്ട് ഭയപ്പെട്ടാണ് ഇത്തരത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മ പെരുമാറുന്നത് എന്നുമാണ് ആരോപണം. സംഭവത്തിൽ ഔദ്യോഗികമായി പരാതി നൽകണം എന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ശക്തമായ ഭാഷയിൽ തന്നെ ഈ ആക്രമണങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. അപലപിച്ചുകൊണ്ട് അദ്ദേഹവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ യാത്ര പോകുന്ന വഴിയിൽ കോൺഗ്രസ് സ്ഥാപിച്ച ബാനറുകളും പോസ്റ്ററുകളും വ്യാപകമായി കീറി നശിപ്പിക്കപ്പെട്ടു എന്നും അതിൻ്റെ ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ അരുണാചൽ പ്രദേശിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെ അരുണാചൽ പ്രദേശിലെ ഒരു പദയാത്ര ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും അസമിലേക്ക് മടങ്ങി വരും. അസമിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുണ്ടായ ആക്രമണം ശക്തമായി തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ഹഷ്മി, ബൽറാമാണ് അതിലെ വിവരങ്ങൾ നൽകിയത്. അതിപ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ്. അത് യുവമോർച്ചയാണ് പിന്നിലെന്ന് കോൺഗ്രസ് പറയുകയുമാണ്. വരുന്ന സങ്കടകരമായ ഒരു വാർത്ത, 2 സ്കൂൾ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു എന്നുള്ളതാണ്. ആലപ്പുഴ കായംകുളത്താണ് സങ്കടകരമായ സംഭവം. ആലപ്പുഴ പത്തിയൂർ കണ്ണമംഗലം ക്ഷേത്രത്തിൽ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയവരായിരുന്നു ഇവർ. മരിച്ചത് 15 വയസ്സുകാരായ സൽമാൻ, തുഷാർ എന്നിവരാണെന്ന് പറയുന്നു. കഷ്ടമാണ്, സങ്കടകരമാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം മനീഷ് തരുമെന്നും കരുതാം. ലോക ടെലിവിഷൻ പുതിയ ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങുന്ന 24 ആശംസകൾ നേർന്ന് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. പ്രേക്ഷകരുടെ ആദ്യ സംസ്ഥാന സമ്മേളനം എന്ന ആശയത്തിനാണ് പൊതുസമൂഹത്തിന് അംഗീകാരം. ഈ മാസം 28-ന് കൊച്ചിയിലാണ് സംസ്ഥാന സമ്മേളനം. ജനുവരി 28-ന് 2 മണിക്ക് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 24ലെ പ്രേക്ഷകരുടെ പ്രിയ അവതാരകരും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നതാണ് പരിപാടി. വിവിധ കലാകാരന്മാരും പരിപാടിയിൽ അണിനിരക്കും. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ആദ്യമായി നടക്കുന്ന പരിപാടിക്ക് വലിയ ജനപിന്തുണയാണ് ഇതിനോടകം ലഭിക്കുന്നത്. സംസ്ഥാനത്തെയും രാജ്യത്തെയും എല്ലാ രാഷ്ട്രീയ സ്പന്ദനങ്ങളും കൃത്യമായി ജനങ്ങളിലെത്തിക്കുമ്പോഴും പുലർത്തിയ നിഷ്പക്ഷതയാണ് 24നെ ജനകീയമാക്കിയത്. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളാണ് സാധാരണ സമ്മേളനം നടത്താറ്, യുവജന സംഘടനകൾ, അങ്ങനെയൊക്കെയാണ് സമ്മേളനം. ഇതെന്തായാലും സംഗതി കളറാവുമെന്നാണ് തോന്നുന്നത്. 24 പ്രേക്ഷകരുടെ സമ്മേളനം, സംസ്ഥാന സമ്മേളനം ആദ്യമായി വിളിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അതൊരു വൈവിധ്യമുള്ള പരിപാടിയാണ്. കളർഫുൾ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സാംസ്കാരിക രംഗത്തെ എല്ലാ പ്രധാനപ്പെട്ട മിടുപ്പുകൾക്കും പ്രേക്ഷകർ കഴിഞ്ഞ കാലങ്ങളിൽ ആശ്രയിച്ചതും 24നെ തന്നെ. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്കും സംഗമത്തിൽ പങ്കെടുക്കാം. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം ഇതിനോടകം നിരവധി ആളുകളാണ് പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 24 തിരുവനന്തപുരം. അപ്പോൾ എല്ലാവരും വരണം, മസ്റ്റായിട്ട് എല്ലാവരും വരണം, അടിച്ചു പൊളിക്കണം. ഒരു പ്രേക്ഷകർ പറയുന്നുണ്ട്, ആരാണ് പറഞ്ഞത്? നമ്മുടെ ജാസ്മിൻ ജെവിൻ, ആഷ്മി ബ്രോ സംസ്ഥാന സമ്മേളനം നമുക്ക് അടിച്ചു പൊളിക്കണം കേട്ടോ എന്ന് പറയുകയാണ്. അടിച്ചു പൊളിക്കും, നമ്മൾ ഗംഭീരമാക്കും, കളറാക്കും, റഹീം പറയുന്നത് പോലെ. മറ്റൊരു വാർത്തയിലേക്ക്, അന്തരിച്ച മകളുടെ ഓർമ്മയ്ക്കായി കല്ലറയിൽ QR കോഡ് സ്ഥാപിച്ച മാതാപിതാക്കൾ. കൊല്ലം ആയൂർ വാളകം ആക്കാട്ടുകോണം സ്വദേശി അഖില റെജിയുടെ കല്ലറയിലാണ് QR കോഡ് സ്ഥാപിച്ചത്. QR കോഡ് സ്കാൻ ചെയ്താൽ എന്താണ് കാണാൻ കഴിയുക എന്നാണ്. ഇതാ കാണും. കൊല്ലം ആയൂർവാളകം ആക്കോട്ടുകോണം റെജി വിലാസത്തിൽ റെജിയുടെയും മിനിയുടെയും ഇളയ മകളായ അഖില റെജി 2022 ഡിസംബർ 30-നാണ് പനി ബാധിച്ച് മരിച്ചത്. 22-ാം വയസ്സിലാണ് അഖില റെജിക്ക് പനി ബാധിക്കുന്നത്. തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അഖില റെജി ഈ ലോകത്തോട് വിട പറഞ്ഞത്. അഖിലയുടെ 1-ാം ചരമവാർഷിക ദിനത്തിൽ പുതുക്കിപ്പണിത കല്ലറയിലാണ് QR കോഡ് സ്ഥാപിച്ചത്. കല്ലറയിലെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നതാകട്ടെ അഖിലയുടെ ഓർമ്മകൾ സംസാരിക്കുന്ന ചിത്രങ്ങളാണ്. അവളുടെ സ്നേഹത്തോട് ഞങ്ങൾക്ക് അനുഭവമായതുകൊണ്ട് QR കോഡ് വെച്ച് ഞങ്ങൾ അങ്ങനെ അവളെ ഓർമ്മിക്കാനായിട്ടും
അവളുടെ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചെയ്ത ഒരു വർഷം ഇങ്ങനെ പൂർത്തിയായി. ഞങ്ങൾ അങ്ങനെ അവളെ ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താനായിട്ട് ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അഖിലയെ സ്നേഹിക്കുന്നവർക്കും അവരുടെ ചിത്രങ്ങൾ കാണാൻ വേണ്ടിയാണ് QR കോഡ് കല്ലറയിൽ ആലേഖനം ചെയ്തത്. വാളകം മാർത്തോമ വലിയ പള്ളിയിലാണ് ഈ QR കോഡുള്ള കല്ലറയുള്ളത്. 24 കൊല്ലം. അപ്പോൾ അത് വാർത്ത കാണുമ്പോൾ ഒരു വേദനയും ഒരു സങ്കടവും ഉള്ളിലൊരു നീറ്റിലൊക്കെ തോന്നുന്നുണ്ട്. വിഷമകരമാണ്. ഒരു പ്രശ്നം ജിനീഷ് ജോൺ മാമ്പള്ളി പറയുന്നു, ഹാഷ്മി താങ്കൾ UDF വക്താവുന്ന രീതിയിലാണ് ചർച്ചകളിൽ UDF വേണ്ടി വാദിക്കുന്നത് എന്ന് പറയുകയാണ്. ജിനീഷ് ജോൺ മാമ്പള്ളി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എല്ലാ ദിവസവും നമ്മൾ മെസ്സേജ് അയക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകനാണ്. പക്ഷേ ജിനീഷിൻ്റെ പ്രശ്നം എന്താ പറയുക, ജിനീഷിനെ പോലെയുള്ള കുറച്ച് പേർക്ക് ചില ചർച്ചകൾ കാണുമ്പോൾ UDF വക്താവെന്ന് തോന്നും, മറ്റു ചിലർക്ക് മറ്റു ചില ചർച്ചകൾ കാണുമ്പോൾ മുൻ SF എന്ന് തോന്നും, മറ്റു ചില ആൾക്കാർക്ക് മറ്റു ചില ചർച്ചകൾ കാണുമ്പോൾ BJP എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പുതിയ രാഷ്ട്രീയ പാർട്ടി തോന്നും. അത് പ്രശ്നം നമ്മൾ ഓരോ വിഷയത്തിലെടുക്കുന്ന ഇഷ്യൂ ബേസ്ഡ് നിലപാട് കൊണ്ട് അങ്ങനത്തെ ഓരോ പെർസെപ്ഷൻ തോന്നലാണ്. അതല്ലാതെ അങ്ങനെയല്ല. ഓരോ ദിവസവും നമ്മൾ ഓരോ ഇഷ്യൂവിലാണ് നിൽക്കുക. ആ ഇഷ്യൂവിൽ ഒരു നീതിപക്ഷം എന്ത് എന്നതിനോട് ചേർന്ന് നിൽക്കാനാണ് പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ഒരു തോന്നലാണ്. കോട്ടയം പാലാ നഗരസഭയുടെ ട്രെയിൻ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടർ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു. തൽക്കാൽ ടിക്കറ്റിന് കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ എന്നിരിക്കെ കൗണ്ടർ തുറക്കുന്നത് 10 മണിക്ക് ശേഷമാണ്. മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും ടിക്കറ്റ് ലഭിക്കാതെ നിരാശരായി മടങ്ങുന്നവരാണ് ബഹുഭൂരിപക്ഷവും. പാലാ ടൗണിൽ നഗരസഭാ ഓഫീസിന്റെ ഭാഗമായാണ് റിസർവേഷൻ കൗണ്ടർ പ്രവർത്തിക്കുന്നത്. രാവിലെ 9:30 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ബോർഡെങ്കിലും പലപ്പോഴും കൗണ്ടർ തുറക്കുന്നത് ഏറെ വൈകിയാണ്. ടിക്കറ്റിനായി രാവിലെ 5 മണി മുതൽ നഗരത്തിലെത്തി കാത്തു നിൽക്കുന്നവർ അവസാനം നിരാശയോടെ മടങ്ങേണ്ടി വരുന്നത് പതിവാണ്. 3 ദിവസം ഇവിടെ കയറി ഇറങ്ങും. ഇതിന് മുമ്പ് വന്നപ്പോൾ ഇതേ അവസ്ഥ, 10 മണിയാവാതെ ഇത് ഓപ്പൺ ആവില്ല. സാധാരണ എല്ലാ റിസർവേഷൻ സെന്ററിലും 9:30 ആകുമ്പോൾ ഓപ്പൺ ആക്കി ഒരു 10 മണിയാകുമ്പോഴത്തേന് എൻട്രി ചെയ്ത് വെച്ച് ടിക്കറ്റ് റിസർവ് ചെയ്ത് തരുമോ. ഇവിടെ മാത്രം ആ ഒരു പതിവുമില്ല, ഒന്നുമില്ല. ഇത് നമ്മൾ ബുദ്ധിമുട്ടിരിക്കുക. അത് കഴിഞ്ഞ് പ്രീമിയം തൽക്കാലം വേണം തരാം. 1000 രൂപയുടെ ടിക്കറ്റ് 6000 രൂപയ്ക്ക് എടുത്തിട്ട് നമ്മൾ എന്തിന് പ്രീമിയം തൽക്കാലം ഈ യാത്ര ചെയ്യാനായിട്ട് നിൽക്കണേ. അവധിയെടുത്ത സ്റ്റാഫിന് പകരം ആളെ വെക്കാത്തതായും ടിക്കറ്റിനെത്തുന്നവർ പരാതിപ്പെടുന്നു. തൽക്കാൽ ടിക്കറ്റുകൾ നിമിഷങ്ങൾക്കുള്ളിൽ വിറ്റു തീരുമെന്നിരിക്കെ ബന്ധപ്പെട്ടവർ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. 3 ഇരട്ടി വരെ ചാർജ് ഈടാക്കുന്ന പ്രീമിയം തൽക്കാൽ ടിക്കറ്റാണ് പലപ്പോഴും ബാക്കിയാവുക. ഇതോടെ വലിയ തുക സർവീസ് ചാർജ് നൽകി സ്വകാര്യ ട്രാവൽ ഏജന്റുമാരെ സമീപിക്കാൻ യാത്രക്കാർ നിർബന്ധിതരാകുകയാണ്. 24 കോട്ടയം. നേരത്തെ നമ്മൾ പറഞ്ഞ വലിയ വേദന ഉണ്ടാക്കുന്ന വാർത്ത, കായംകുളത്ത് 2 സ്കൂൾ വിദ്യാർത്ഥികൾ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. സൽമാൻ, തുഷാർ എന്നിവരാണ് മരിച്ചത്. പത്തിയൂർ കണ്ണമംഗലം ക്ഷേത്രക്കുളത്തിലാണ് അപകടമുണ്ടായത്. മനീഷ് മഹിപ്പാൽ ചേരുന്നു. മനീഷ്, വലിയ സങ്കടമുള്ള വാർത്തയാണ്. എന്താണ് ഉണ്ടായത്? അപകടം എങ്ങനെയാണ്? ക്ഷേത്രക്കുളത്തിൽ ഒരുപാട് വെള്ളമുള്ള കുളമാണോ മനീഷ്? ഹാഷ്മി, അല്പസമയങ്ങൾക്ക് മുൻപ് നടന്ന ഒരു അപകടമാണിത്. വളരെ പരിമിതമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കായംകുളത്ത് തന്നെയുള്ള വിദ്യാർത്ഥികളാണ്. കായംകുളം സ്വദേശികളായിട്ടുള്ള 15 വയസ്സുള്ള സൽമാൻ, തുഷാർ എന്നിവരാണ് ഇന്ന് ട്യൂഷൻ കഴിഞ്ഞ് 12 മണിയോടെ ട്യൂഷൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ആലപ്പുഴ കായംകുളത്ത് പത്തിയൂരിൽ കണ്ണമംഗലം ക്ഷേത്ര കോമ്പൗണ്ടിലുള്ള കുളത്തിൽ കുളിക്കാൻ ഇവർ ഇറങ്ങുകയായിരുന്നു. മറ്റു കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. പിന്നീട് ഇവർക്ക് നീന്താൻ അറിയാമോ അല്ലെങ്കിൽ ആ കുളത്തിന് ആഴമുണ്ടായിരുന്നു. ഇന്നലെ വേനൽക്കാലമായത് കൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ തന്നെ കുളങ്ങളിലും നദികളിലൊക്കെ തന്നെ കുട്ടികൾ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ കുളിക്കാൻ ഇറങ്ങുന്നത് പതിവാണ്. ഇനി ആഴം കൂട്ടിയതാണോ, കുട്ടികൾക്ക് നീന്താൻ അറിയാത്തതാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ പോലീസും നാട്ടുകാരും ചേർന്നാണ് ഇവരുടെ നിലവിളി, മറ്റുള്ള കുട്ടികളുടെ നിലവിളി കേട്ടാണ് സമീപത്തേക്ക് എത്തിയത്. ഇവരെ കരയ്ക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. 15 വയസ്സുകാരായിട്ടുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. സൽമാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്. സൽമാൻ, തുഷാർ എന്നിവരാണ് മരിച്ചത്. സൽമാൻ 15 വയസ്സേ ഉള്ളൂ. ചെറിയ കുഞ്ഞുങ്ങളാണ്, 15 വയസ്സേ ഉള്ളൂ. ആലപ്പുഴ പത്തിയൂർ കണ്ണമംഗലത്താണ് ക്ഷേത്രത്തിലെ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ അപകടം ഉണ്ടായത്. വലിയ വേദനയാണെങ്കിൽ കൂടി നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ്, ജലാശയങ്ങളിലും മഴയില്ലാത്ത സമയത്ത് പോലും പോകുമ്പോൾ സൂക്ഷിക്കുക എന്നത് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനല്ല കഴിയും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ വാർത്തായാത്ര തൽക്കാലം അങ്ങനെ പൂർണ്ണമാവും. നമ്മൾ ഇനി കാണുക വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്.